ഇവിടെ എടുത്തിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇച്ചിരി സമയമൊക്കെ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഒന്നും തന്നെ സാധ്യമല്ലാത്തതായിട്ടില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോഴത്തേക്കും ഈ തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്? അതെന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഈ പറഞ്ഞ ഈ നത്തിങ് ഒക്കെ ഉള്ളപ്പോൾ എന്താ, ഇത് നെഗറ്റീവ് ആയി പോവാണ്. നത്തിങ്, സ്കാർസ്ലി, റയർ, ഇങ്ങനത്തെ വാക്കുകളൊക്കെ വന്ന ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവായി പോവാണ്. ഇത് നെഗറ്റീവായി പോകുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ആയിട്ട് വരേണ്ടത് എന്താന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്വസ്റ്റ്യൻ ടാഗിൽ സാധാരണ നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ടാഗ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നത്തിങ് വന്നുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. സംഭവം അതിന്റെ ഇന്നർ മീനിങ് നല്ലൊരു മീനിങ് ആണെങ്കിലും ഈ നത്തിങ് ഉള്ളത് കൊണ്ട് ഇത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ഈസന്റ് ഇറ്റ് ആണോ, ഈസ് ഇറ്റ് ആണോ, ഡെസ് ഇറ്റ് ആണോ, ഡെസന്റ് ഇറ്റ് ആണോ? ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? നിങ്ങൾക്ക് ഏതാന്ന് തോന്നുന്നു? ഓക്കെ, ബി. വേറെ ഏതെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടോ? ഇത് എല്ലാവർക്കും ബി തന്നെയാണോ? എ. ഓക്കെ, ബി. യെസ്, വെരി ഗുഡ്. ആൻസർ ബി ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എന്താ, ഇത് നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മുടെ ടാഗിൽ വീണ്ടും ഒരു നോട്ട് വേണ്ട. നത്തിങ്ങിന്റെ അവിടെ ഒരു നോയ് സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനിയും നമുക്കൊരു നോട്ട് വേണ്ട. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുന്നത് അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടേം വന്നുകൊണ്ട് ഇനിയും നമുക്ക് ടാഗിൽ നോട്ട് വേണ്ട. നമുക്ക് ഈസ് ഇറ്റ് മതി. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ഈസ് ഇറ്റ്. ഒന്നും സാധ്യമല്ലാത്ത ഒന്നുമില്ല അല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സാധ്യമല്ലാത്ത ഒന്നുമില്ല, ആ ഒരു ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ടേം അവിടെ വന്നല്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഒരാൾ അടുത്തിരിപ്പണ അല്ലേ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, അപ്പൊ അതിനൊരു ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ചോദിക്കും അല്ലേ. ആ ഒരു അല്ലയാണ് എന്ത്, ഈ പറഞ്ഞ ഈസ് ഇറ്റ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, സാധ്യമല്ലാത്ത ഒന്നുമില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഒരു ഡൗട്ട്. ഞാൻ അപ്പൊ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച് അല്ലേ, ആ ഒരു സംഭവമാണ് എന്ത്, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് എന്ത് വരും, ഈസ് ഇറ്റ്. ഈസ് എന്തുകൊണ്ട് വന്നു? ഇവിടെ ഒരു ഓക്സിലറി വന്നിട്ടുണ്ടെങ്കിൽ, ഈസ്, വാസ്, ആറ് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ആയിരിക്കും എന്തുവാ ടാഗിലും വരുന്നത്. ഓക്കെ, ഇനി അവരൊന്നും ഇല്ല, വെർബ് ആണെന്നുണ്ടെങ്കിലാണ് ഈ ഡെസ് ഒക്കെ. ഇപ്പൊ ഇവിടെ ഒരു കംസ്, എന്തെങ്കിലും ഒരു ടേം വന്നിട്ട് ഇവിടെ കംസ് എന്നാ കിടക്കുന്നത്, COMES. അപ്പൊ കംസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഡെസ് പ്ലസ് കം എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഡെസ് ഒക്കെ വരും. ഡെസ് ഒന്നും അങ്ങനെ എല്ലാ കേസിലും പൊതുവെ ഇങ്ങനെ കാണപ്പെടത്തില്ല. വെർബുകൾ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതാണ് ഡെസ്. അപ്പൊ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് ആവുമ്പോൾ നമുക്ക് നോക്കാനില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓക്സിലറി ഉണ്ട്. അപ്പൊ ആ ഈസ് തന്നെ ഇവിടോട്ട് വരുന്നു. പിന്നെ ഇവിടെ നത്തിങ് ഉള്ളതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ടാഗാണ്. ഈ നത്തിങ്ങിനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഇറ്റ് എന്നും പറഞ്ഞ് കാണിച്ചിരുന്നത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ഈ ഈസ് ഇവിടോട്ട് വരുന്നു. ഈസ് ഇറ്റ് നമ്മൾ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ ഒരു എന്തെങ്കിലും ഒരു കാര്യം, അതിനെയാണ് നമ്മൾ ഇറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. ഹി ഈസ് എ ബ്രില്യൻ സ്റ്റുഡന്റ്. ഇതും ക്വസ്റ്റ്യൻ ടാഗ് തന്നെയാണ്. ഹി ഈസ് എ ബ്രില്യൻ സ്റ്റുഡന്റ്. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ടേമാണ്. സെൻസിലും പോസിറ്റീവ് ആണ്. ഇവിടെ എങ്ങും തന്നെ നമുക്കൊരു നോയോ, നോട്ടോ, സ്കാർസ്ലി, റയർലി, സെൽഡം അങ്ങനത്തെ എന്തോ ഒരു കുറവ് കാണിക്കുന്ന യാതൊരുവിധ സെന്റൻസും ഇല്ല. അപ്പൊ ഇവിടെ ഏത് ഓപ്ഷൻ ആയിരിക്കും വരുന്നത്? ഈസ് ഇറ്റ് ആണോ, ഈസ് ദാറ്റ് ആണോ, ഈസന്റ് ഇറ്റ് ആണോ, വാസന്റ് ഇറ്റ് ആണോ? നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടായിരുന്നു, ഓക്സിലറി ഏതാണോ അതായിരിക്കും ടാഗിൽ ഓക്സിലറി ആയിട്ട് വരുന്നത്. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ഒരു കറക്റ്റ് ആൻസർ? ടേം പോസിറ്റീവ് ആണ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, അപ്പൊ ടാഗ് നെഗറ്റീവ് വരും. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് വരും. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമുക്കൊരു നെഗറ്റീവ് ടാഗ് വേണം. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന ഓക്സിലറി ഈസ് ആണ്, അപ്പൊ ഈസ് ഇവിടെയും കാണണം. അങ്ങനെ വന്നാൽ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ? ഒന്ന് ഗസ് ചെയ്യാവോ? നമുക്ക് തന്നിരിക്കുന്ന ഹി ഈസ് എ ബ്രില്യൻ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. യെസ്, വെരി ഗുഡ് ഫാത്തിമ. യെസ്, ഓക്കെ, വെരി ഗുഡ്, മനസ്സിലായത്. എന്നുവെച്ചാൽ ഈസ്, നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഓക്സിലറി ഈസ് ആണ്, അപ്പൊ ഈസ് തന്നെ ഇങ്ങോട്ട് വരുന്നു. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് നമുക്ക് നോട്ടിന്റെ ആവശ്യമുണ്ട്. ഹീസ്, അവൻ ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റാ. അപ്പൊ നമ്മൾ അല്ലേ, അവിടെ നമ്മൾ മലയാളത്തിൽ വരും നമ്മൾ എല്ലാം അല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ ഉള്ള ചേഞ്ചിൽ ഹീസ് എ ബ്രില്യൻ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോഴത്തേക്കും
അവിടെ നമുക്ക് ഒരു നോട്ട്, ഇവിടെ ഈ ഒരു സെന്റൻസിൽ എങ്ങും നോട്ടോ നത്തിങ്ങോ അങ്ങനെ ആരും ഇല്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ ഈസിൻ ഡിറ്റിന്റെ ആവശ്യമുണ്ട്. ഈസ് ഇവിടെ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈസ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നോട്ട്, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൗട്ട് പോലെ ഇനിയിപ്പോ ആണോ അല്ലേ ആ ഒരു രീതിയിൽ നമ്മൾ ചോദിക്കുന്നതാണ് എന്ത്? ക്വസ്റ്റ്യൻ ടാഗ്. ഒരു കൺഫർമേഷന് വേണ്ടി, ഒരു സജഷന് വേണ്ടി, അപ്പുറത്തിരിക്കുന്ന ആളൊന്ന് സംസാരിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ എന്ത് ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ, ഇത് ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഇവിടെ കിടക്കുന്ന ഓപ്ഷൻ. ഇപ്പൊ വാസാണെങ്കിൽ വാസായിരിക്കും ഇവിടെ വരുന്നത്, ഈസ് ആണെങ്കിൽ ഈസായിരിക്കും, ആറാണെങ്കിൽ ആറായിരിക്കും. പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ അതിന്റെ കൂടെ നോട്ടും കൂടെ ചേരും. നെഗറ്റീവ് ആയിട്ടുള്ള ആണെങ്കിൽ നോട്ട് പോയി നോട്ട് ഇല്ലാതെ അത് വരും. അത്രയൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗിന്റെ കേസിൽ ഓർത്താൽ മതി. മെറ്റ് ബൈ ചാൻസ് റീപ്ലേസ്ഡ് വിത്ത് ഫ്രേസൽ വെർബ്. മെറ്റ് ബൈ ചാൻസ് എന്ന് പറഞ്ഞ അതൊരു സംഭവമാണ്. അതിനെ നമുക്കൊരു പർട്ടിക്കുലർ ഫ്രേസൽ വെർബുമായിട്ട് റീപ്ലേസ് ചെയ്യാം. ഏതായിരിക്കും ആ ഒരു ഫ്രേസൽ വെർബ്? കെയിം അക്രോസ് ആണോ, പുട്ടപ്പ് ആണോ, പുട്ട് അക്രോസ് ആണോ, കെയിം അപ്പ് ആണോ? ഏതാണ്? മെറ്റ് ബൈ ചാൻസ്, യാദൃച്ഛികമായി കണ്ടുമുട്ടി. അതാണ് അതിന്റെ ഒരു മീനിങ്, മെറ്റ് ബൈ ചാൻസ്. അതിനെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതോ ഒരു ടേം വെച്ച് റീപ്ലേസ് ചെയ്യാം. അത് ഏതാണ്? സി. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞ എ ആണ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. Came across, met by chance. I came across him when I was in the city. ഞാൻ സിറ്റിയിലായിരുന്നപ്പോൾ ഞാൻ അവനെ യാദൃച്ഛികമായി കണ്ടുമുട്ടി. അപ്പൊ അതെന്താണ്? came across. പിന്നെ വേറെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഫ്രേസൽ വെർബ് ഉറപ്പായിട്ടും ഒരെണ്ണോ രണ്ടെണ്ണോ വരെ ചോദിക്കാവുന്നതാണ്. പിന്നെ ഫ്രേസൽ വെർബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കാണാപ്പാഠം പഠിച്ചു പോകാം. നമ്മുടെ സൈക്കോളജിയും അതുപോലെ തന്നെ ഇതിന്റെ മീനിങ് ഇതാണെന്ന് നമുക്ക് പഠിച്ചിട്ട് പോയി എഴുതാൻ പറ്റുന്നത് ഈ ഫ്രേസൽ വെർബും ഇഡിയവും ഒക്കെ ഉള്ളൂ. പക്ഷെ കുഴപ്പം എന്താ വെച്ചാൽ അവർ കുറെ ഉണ്ട്, കുറെ കടല് പോലെ കിടക്കും. അതിന് ഏത് വേണേ അവർക്ക് ചോദിക്കാം. കൂടുതലും ചോദിച്ചു കാണുന്നതാണ് ഈ കെയിം അക്രോസ്. ഓക്കെ, കെയിം അക്രോസ് അപ്പൊ എന്താ? മെറ്റ് ബൈ ചാൻസ്. വേണേ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരാം. മെറ്റ് ബൈ ചാൻസിന് പകരം നമുക്ക് ഏത് ഫ്രേസൽ വെർബ് ഉപയോഗിക്കാൻ പറ്റും? ഇല്ല, ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു സെന്റൻസ് തരും, അതിന്റെ ഇടയ്ക്കായിരിക്കും മെറ്റ് ബൈ ചാൻസ്. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇവിടെ കിടക്കുന്ന മെറ്റ് ബൈ ചാൻസിന് പകരം സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇത് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഒരു ഡാഷ് ഇട്ടിട്ട് ഐ ഡാഷ് ഹിം ഇൻ ദ സിറ്റി. അപ്പൊ ആ ഡാഷിന്റെ അവിടെ എന്ത് വരും? അപ്പൊ ഇൻ ദ സിറ്റി, സിറ്റിയിലാകുമ്പോൾ എന്തോ യാദൃശികമായി കണ്ടുമുട്ടി. അപ്പൊ ഈ ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം? കെയിം അക്രോസ് സെലക്ട് ചെയ്യാം. പിന്നെ അടുത്ത വേറൊരു ഫ്രേസൽ വെർബാണ് പുട്ടപ്പ്. എന്തെങ്കിലും റേസ്, എന്തെങ്കിലും കൂട്ടുക. ഇപ്പൊ ഷെയർ മാർക്കറ്റ് അത് കൂടി, എന്താ അതിന്റെ ഒരു തോത് കൂടി എന്നൊക്കെ പറയത്തില്ലേ? ഇല്ല, എന്തെങ്കിലും ഇൻക്രീസ് ചെയ്യുക, റേസ് ചെയ്യുക, അതാണ് പുട്ടപ്പ്. പിന്നെ കൂടുതലും ചോദിച്ചു വന്ന് കാണുന്നതാണ് പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ ടോളറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഐ സംഹൗ പുട്ടപ്പ് വിത്ത് ഹിം, ഞാൻ എങ്ങനെ അവന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. പുട്ടപ്പ് വിത്ത് കുറെ വരാറുണ്ട്. അപ്പൊ ഇത് ഡാഷ് ഇട്ടൊക്കെ ചോദിക്കും. എന്തോ മീന വാസ് ഫ്രസ്ട്രേറ്റഡ് ഓഫ് ഹിം, ഇല്ല അവർ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ബിക്കോസ് ഷീ വാസ് ഡാഷ് വിത്ത് ഹിം. എന്തുവാ? ഷീ വാസ് പുട്ടപ്പ് വിത്ത് ഹിം. അവൾ അവനുമായിട്ട് എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു, അതുകൊണ്ടാണ് അവൾക്ക് അത്ര ദേഷ്യമുള്ളത്. അപ്പൊ ആ ഒരു സെന്റൻസിന്റെ മീനിങ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. പിന്നെ പുട്ട് അക്രോസ് എന്ന് എന്തെങ്കിലും ഒരു ഐഡിയ, ഒരു കൂട്ടത്തിൽ നിൽക്കുവാണ്, അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ഐഡിയ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് പുട്ട് അക്രോസ്. എന്തോ മുന്നോട്ട് വെക്കുക, ഒരു സംഭാഷണം തുടങ്ങുക, ആ ഒരു രീതിയിലൊക്കെയാണ് പുട്ട് അക്രോസ് വരുന്നത്. പിന്നെ കെയിം അപ്പ് ഏകദേശം പുട്ട് അക്രോസുമായിട്ട് ബന്ധമുള്ള രീതിയില്ല. ഇപ്പൊ ഒരു മീറ്റിംഗ് നടക്കുവാണെങ്കിൽ അവനൊരു പുതിയ ഐഡിയ ആയിട്ട് മുന്നിലേക്ക് വന്നു. പുട്ട് ഫോർവേഡ് എന്നൊക്കെ പറയുന്നത് എല്ലാം ഈ സെയിം മീനിങ്. പുട്ട് അക്രോസ്, കെയിം അപ്പ്, പുട്ട് ഫോർവേഡ് എന്നൊക്കെ പറഞ്ഞു. പുട്ട് ഫോർവേഡ് എന്നും പറഞ്ഞൊരു സംഭവം വെച്ചാൽ മുന്നോട്ടൊരു ഐഡിയ ആയിട്ട് വരിക, അതാണ് ഉദ്ദേശിക്കുന്നത്. പുട്ടപ്പ് വിത്ത് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. കുറെ ക്വസ്റ്റ്യൻസ് പുട്ടപ്പ് വിത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ കെയിം അക്രോസ് ചോദിക്കാറുണ്ട്. പിന്നെ ടേണപ്പ് ചോദിക്കാറുണ്ട്. ടേണപ്പ് എന്ന് വെച്ചാൽ അറൈവ്, പെട്ടെന്ന് അപ്പിയർ ആയി, പെട്ടെന്ന് എവിടുന്നോ വന്നു പെട്ടു. ഇങ്ങനെ വേർ ഡിഡ് യു കെയിം ഫ്രം, അല്ലെങ്കിൽ സഡൻലി ഹി ടേൺ അപ്പ്, പെട്ടെന്ന് എവിടുന്നോ ഇവൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ടേണപ്പ്. അത് വാക്ക് കേൾക്കുമ്പോൾ നമ്മൾക്കും കറങ്ങിയോ അങ്ങനെയൊന്നും അല്ല. ടേണപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്നർ മീനിങ് അറൈവ്ഡ്, ARRIVED, അറൈവ്ഡ്, വന്നു എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ട് ഈ പുട്ടപ്പ് വിത്ത്, കെയിം അക്രോസ്, ഇതൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് കൂടുതലും. വേറെയും ചോദിക്കാം കേട്ടോ, കുറെ ഉണ്ട്. നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് റെഫർ ചെയ്യാൻ, ടൈം കുറവാണെങ്കിലും. ഹി ആസ്ക്ഡ് ഹർ ഡു യു നോ മീ. ഇതൊരു ഡയലോഗാണ്, ഒരാളോട് ചോദിച്ചാണ് ഡു യു നോ മീ.
ദിസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് മസ്റ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്ന് വന്നിരിക്കും. എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. ഇതുവരെ അവർ ചോദിക്കാതിരുന്നിട്ടില്ല. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്ന് മസ്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉള്ളതാണ്. അപ്പൊ ഇവിടെ ഇതൊരു ഡയലോഗാണ്. ഇത് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇതൊരു കണ്ടോ, ഇത് നമ്മുടെ ഇതിൽ കിടക്കുക, ഇൻവെർട്ടഡ് കോമയിൽ കിടക്കുമല്ലോ. അപ്പൊ ഇത് ഡയലോഗാണ്. ഹി ആസ്ക്ഡ് ഹർ ഡു യു നോ മീ, ദിസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. ഇത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഹി ആസ്ക്ഡ് ഹർ ഇഫ് ഷീ ഡിഡ് ന്യൂ ഹിം. ഹി ആസ്ക്ഡ് ഹർ ഇഫ് ഷീ നോൺ ഹിം. He asked her if she knew him. He asked her if she does knew him. ഏതായിരിക്കും? 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 എല്ലാരും യോജിക്കുന്നോ ബി ആണെന്ന്? എന്തെങ്കിലും എതിരഭിപ്രായങ്ങളുണ്ടോ? ഓക്കെ, ബി. അപ്പൊ നമുക്ക് ബി തന്നെ ലോക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യാനാ, ഗുരുജി തെറ്റിപ്പോയി. നമ്മുടെ ആൻസർ ഹി ആസ്ക്ഡ് ഹർ ഇഫ് ഷീ ന്യൂ ഹിം. സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഡു യു നോ ഹിം. ഇവിടെ ഈ ഡു മാറി എന്തായാലും ഇതെന്തായാലും നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് പഠിച്ചു വെക്കാം. ഡു ആണ് നമുക്ക് ഇങ്ങനെ ഡയലോഗിൽ തന്നിരിക്കുന്നെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഇഫ് ആകും. കണ്ടോ, ഡു യു നോ മീ, അതെന്താകും, അത് ഇഫ് ആകും. പിന്നെ ഇതെന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റിൽ കിടക്കുന്ന ഒരു സെന്റൻസ് ആണ്. ഡു യു നോ മീ എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്. നിനക്ക് എന്നെ അറിയാവോ, അത് പ്രസന്റ് കിടക്കുവാണ്. കഴിഞ്ഞ കാര്യോ ന്യൂ ഒന്നും അല്ല അവിടെ കൊടുത്തേക്കുന്നത്. നോ എന്ന് പറയുന്ന V1 ഫോം ആണ്. ഓക്കെ, V1 ഫോം ആണ്. അതപ്പോ അവിടെ എന്തെടുക്കുവാണ്, അത് അങ്ങനെ കിടക്കുവാണ്. ഡു യു നോ മീ. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും റിപ്പോർട്ട് സ്പീച്ചിൽ ടെൻസ് മാറാറുണ്ട്. അത് സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ അത് എന്താകും, അത് സിമ്പിൾ പാസ്റ്റ് ആയി മാറും. ഓക്കെ, നോൺ എന്ന് പറയുന്നത് V3 ഫോമാണ്. അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആ ഒരു കേസിൽ വരത്തുള്ളൂ. ഇപ്പൊ ഇവിടെ അത്രയ്ക്കൊന്നും നമുക്ക് പോകാനില്ല. ഡു യു നോ മീ, നിനക്ക് എന്നെ അറിയാവോ എന്നുള്ള സിമ്പിൾ പ്രസന്റ് കിടക്കുന്ന ഒരു ഡയലോഗാണ്. അതപ്പം എന്താ, അതിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്താകും, സിമ്പിൾ പാസ്റ്റ് ആകും. ഹി ആസ്ക്ഡ് ഹർ ഇഫ് ഷീ ന്യൂ മീ. ആ നോ അങ്ങ് ന്യൂ ആകുക. അപ്പൊ V1 V2 ആയി എന്ന് വെച്ചാൽ സിമ്പിൾ പ്രസന്റിൽ നിന്ന് സിമ്പിൾ പാസ്റ്റ് ആയി. അത്ര മാത്രം നമ്മൾ നോക്കിയാൽ മതി. വേറെ ഒന്നും അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. പിന്നെ ഡു എന്താകും, ഇഫ് ആകും. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ നോക്കിയത്. പിന്നെന്താ, ഹിയും ഡു യു നോ മീ, ആ യു എന്തായി, യു ഷീ ആയി. അത് അവളായിരുന്നു അല്ലെ. പക്ഷെ ഇതിപ്പോ അവര് പറയുമ്പോ അവർ രണ്ടുപേരും അവിടെ നിന്ന് പറയുവാണ്. ഇത് നമ്മളോട് ഇത് കഴിഞ്ഞൊരു കാര്യം ഒരിടത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അന്ന് ആ സമയം ഞാൻ അവനോട് ഇങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞത് ഞാൻ വേറൊരാളോട് പറയുക. അപ്പൊ എന്തെടുക്കും, ഈ യു ഒക്കെ അങ്ങ് മാറും. കാര്യം ആ ഷീയും ഒന്നുമില്ല, ഈ ഹീ വേറെ ആരോടോ എന്തോ പറയുക ഇയാള് എന്ന്. ഓക്കെ, ഈ ഹീ എന്ന് പറഞ്ഞ ആള് മൂന്നാമത് ഒരാളോട് പറയാം, ഞാൻ അവളോട് അന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അവളെന്ന് പറയുമ്പോൾ യു എന്നല്ലല്ലോ, ഷീ അല്ലേ വരണ്ടേ. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കുക. യു മാറി, ഇവിടെ കണ്ടോ ഷീ ആയി. ഹീ മാറിയിട്ട് ഹിം ആയി. കണ്ടോ, ഹി ആസ്ക്ഡ് ഹർ ഇഫ് ഷീ ന്യൂ ഹിം. ഹി ആസ്ക്ഡ്, അവൻ അവളോട് ചോദിച്ചു. അവനെ അറിയാമോന്ന് അവൻ അവളോട് ചോദിച്ചു. മൂന്നാമത് ഒരാളായി പറയുന്നത്, അവൻ അറിയാമോന്ന് അവൻ അവളോട് ചോദിച്ചു എന്നാണ്. പിന്നെ ഇതിന്റെ V1 കിടന്നത് V2 ആയി, അഥവാ പ്രസന്റിൽ കിടന്നത് പാസ്റ്റ് ആയി. റിപ്പോർട്ട് സ്പീച്ചിൽ ടെൻസ് എപ്പോഴും മാറും. ഓക്കെ, പ്രസന്റിലാണെങ്കിൽ പാസ്റ്റ് ആകും, പാസ്റ്റിലാണെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകും. ആ ഒരു രീതിയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. ഹി ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് ബൈ ദാറ്റ്. നമ്മുടെ ഗ്രാമർ കോൺകോഡിന്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കോൺകോഡ് എന്ന് വെച്ചാൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. He told me that he dash by that. Is disappointed, was disappointed, is disappointing, has disappointing. ഞാൻ അവിടെ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ടല്ലേ. വാസ് ഡിസപ്പോയിന്റഡ്. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് ഡിസപ്പോയിന്റഡ് ബൈ ദാറ്റ്. അപ്പൊ അതിലെന്താ പറയുന്ന, എന്തുകൊണ്ട് അവിടെ വാസ് വന്നു, ഈ കിടക്കുന്ന എന്താണ്, ടോൾഡ്. ഈ ടോൾഡ് എന്താ കാണിക്കുന്നത്, ഈ കിടക്കുന്ന ടോൾഡ് എന്ന് പറയുന്ന ടെല്ലിന്റെ V2 ഫോമാണ്. ടെല്ല് കഴിഞ്ഞിട്ട് വരുന്ന V2 ഫോമാണ് ടോൾഡ്. അവിടെ ടോൾഡ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വാസ് എടുത്തത്. പാസ്റ്റിന്റെ കൂടെ നമ്മൾ ഈസ് ഉപയോഗിക്കത്തില്ല. ഈസ്, ആറ്, ആം ഇത് നമ്മൾ പ്രസന്റിന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കൂ. ഓക്കെ, ഇനി ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഈസിനെ നമ്മൾ ഹീയും ഷീയുടെ ഒക്കെ കൂടെ ഉപയോഗിക്കും. ആറിനെ നമ്മൾ യു, വി, ദേ എന്ന് വെച്ചാൽ പ്ലൂറൽ. വി എന്ന് പറയുമ്പോൾ നമ്മൾ, യു പക്ഷെ ഒരാളാണെങ്കിലും യുവിന് എന്തുകൊണ്ടോ എന്താണ് സിംഗുലർ ആൾക്കാരെ ഒന്നും ഇഷ്ടമല്ല. യുവിന് എപ്പോഴും ആറും ഹാവും അങ്ങനെ പ്ലൂറൽ ആയിട്ടുള്ള ആൾക്കാരെ ഇഷ്ടമുള്ളൂ.
യു എന്ന് പറയുമ്പോൾ നീ എന്നായിരിക്കും. ഓക്കെ, അതിൽ ചിലപ്പോൾ ഒരാളും ആകാം, കുറച്ച് കൂടുതൽ പേര് നടന്നു പോകുമ്പോഴും നമ്മൾ ചിലപ്പോൾ നീ നിങ്ങൾ ഒക്കെ പറയാം. അപ്പൊ എന്താണ്, യുവിന് മാത്രം ആറ് ഹാവ് അതൊക്കെയാണ് ഇഷ്ടം. നേരെ മറിച്ച് ഹീയും ഷീക്കും ഈസ് ആണ്. ഒരാൾ ഹി അവൻ, ഷീ അവൾ, അവരുടെ കൂടെ ഈസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ ഇത് പാസ്റ്റിലോട്ട് വരുമ്പം കഴിഞ്ഞൊരു കാര്യമാണെങ്കിൽ ഈസിന് പകരം അവിടെ വാസ് വരും. പിന്നെ ദേ, വി, യു, ഇതിന്റെയൊക്കെ കൂട്ടത്തില് എന്തുവാ കേസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ യുവിനും ആറിനെയാണ് ഇഷ്ടം. അപ്പം നമ്മുടെ ദേയുടെ കൂടെ, ദേ എന്ന് പറയുമ്പോൾ കുറച്ച് പേരുണ്ട്, അവർ, അപ്പൊ അവർ എന്ന് പറയാൻ കുറച്ച് പേരുണ്ട്, അപ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കും, ആർ ഉപയോഗിക്കും. വി നമ്മൾ, കുറച്ച് പേരുണ്ട്, അതിന്റെ കൂടെ നമ്മൾ ആർ ഉപയോഗിക്കും, പ്രസന്റ് ആണെങ്കിൽ മാത്രം. ഈ സെയിം സംഭവം കഴിഞ്ഞു പാസ്റ്റിലോട്ടായി എങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, വേർ ഉപയോഗിക്കും. ഈസ് ആണ്, ഈസ് കാര്യം പ്രസന്റ് നടക്കും, നമ്മൾ ഈസ്. ഇവിടെ ഇപ്പൊ ഇവർ പറഞ്ഞിട്ടുണ്ട് എന്തുവാ, ഹി ടോൾഡ് മീ, അവൻ എന്നോട് പറഞ്ഞായിരുന്നു, കഴിഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് ഡിസപ്പോയിന്റഡ് ബൈ ദാറ്റ് എന്ന് കിടപ്പണം. അപ്പൊ അതും എന്താ, കഴിഞ്ഞത് കൊണ്ടാ, എപ്പോഴോ കഴിഞ്ഞ എന്തോ കൊണ്ടോ അവൻ ഡിസപ്പോയിന്റഡ് ആയിരുന്നു, ഇല്ലേ, ആയിരുന്നു. ഇപ്പൊ അവനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവനായിരുന്നെങ്കിൽ ഈസ് വന്നേനെ. ഇത് കഴിഞ്ഞൊരു കാര്യമാണ്, പാസ്റ്റ് ആണ്, അതുകൊണ്ട് എന്തായി, അവിടെ വാസ് ഡിസപ്പോയിന്റഡ് വന്നു. ഇത് ഇപ്പം നടക്കുന്നതായിരുന്നു, ഹി ഈസ് ഡിസപ്പോയിന്റഡ് എന്ന് പറയും, ഹി ഈസ് ഡിസപ്പോയിന്റഡ് ബൈ ദാറ്റ് എന്ന് വന്നേനെ. ഇതിപ്പം എപ്പോഴോ പറഞ്ഞൊരു കാര്യം പിന്നെ പറയുന്നോണ്ടാണ് ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് ഡിസപ്പോയിന്റഡ്. ഇനിയിപ്പോ നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ചില് ഡയലോഗ് നമ്മൾ ഡു യു നോ കണ്ടില്ലേ, അതുപോലെ ചോദിക്കുക ഹി ഈസ് ഡിസപ്പോയിന്റഡ്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ, ഹി വാസ് ഡിസപ്പോയിന്റഡ് എന്നേ പറയൂ. കാര്യം സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആകും, ഈസ് എല്ലാം വാസ് ആകും. ഓക്കെ, നോ എല്ലാം ന്യൂ ആകും, പിന്നെ ഈറ്റ് എല്ലാം എയ്റ്റ് ആകും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ടെൻസിൽ നിന്ന് മറ്റേ ടെൻസിലോട്ട് മാറും. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ടെൻസിന്റെ അല്ല, പക്ഷെ ഇവിടെ നമ്മൾ ഇത് കണ്ടുപിടിച്ച ടോൾഡ്, കഴിഞ്ഞ കാര്യം, ടെല്ലിന്റെ V2 ഫോം ആണ് ടോൾഡ്. അവൻ എന്തായിരുന്നു, അവൻ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഇ ഡിയും കാണുന്നുണ്ട്, ഇ ഡി എന്ന് പറയുന്നത് എന്തോ കഴിഞ്ഞതാണ്. ഡിസപ്പോയിന്റിന്റെ V2 ഫോം ആണ് ഇ ഡി. ഹി വാസ് ഡിസപ്പോയിന്റഡ് ബൈ ദാറ്റ്, അവൻ ഡിസപ്പോയിന്റഡ് ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വാസ് ഉപയോഗിച്ചത്. The policeman asked where, the policeman asked where, നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പോലീസ്മാൻ എന്നോട് ചോദിച്ചു വേർ, ഐ ആം ഗോയിങ്, ഐ വാസ് ഗോയിങ്, വാസ് ഐ ഗോയിങ്, ആം ഐ ഗോയിങ്, എന്ത് വരും? ഗസ് അടിക്കൂ. ഇതെന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഒരാളോട് കാര്യം ചോദിച്ചു. ഇയാൾ ഇത് കാര്യം കഴിഞ്ഞിട്ട് മൂന്നാമത് ഇയാളുടെ കൂട്ടുകാരനെ കാണുമ്പോൾ ഇത് പറയുവാണ്. അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ മതി. റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ കഴിഞ്ഞൊരു കാര്യം മൂന്നാമത് ഒരാളോട് പറയുവാണ്, അപ്പൊ അയാൾ പറയുന്നതായിട്ടോ അങ്ങനെ, ഇത് കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അതെങ്ങനായിരിക്കും? ആമും പ്രസന്റിന്റെ ആളാ കേട്ടോ, ആമും പാസ്റ്റിൽ പോയി കിടക്കത്തില്ല. ആം, ഈ, സാർ ഇവരെല്ലാം പ്രസന്റിലുള്ള ആൾക്കാരാ. ഓക്കെ, നമുക്ക് അന്ന് ഉത്തരത്തിലേക്ക് നോക്കാം. വേർ ഐ വാസ് ഗോയിങ്, നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു എങ്കിൽ നമുക്ക് എന്താ ഈ പറഞ്ഞ വാസ് ഐ ഗോയിങ് വന്നേനെ. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ വേറൊരു ഇതാണ്. ഇത് എങ്ങനെയാ റിപ്പോർട്ടായി കിടക്കുന്നത് വെച്ചാൽ, ദ പോലീസ്മാൻ, ഇത് നമ്മുടെ ഡയലോഗ് കിടക്കുന്നതായിരിക്കും. ദ പോലീസ്മാൻ ആസ്റ്റ് കോമ, വേർ ആർ യു ഗോയിങ്, ഇല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. വേർ ആർ യു ഗോയിങ്, നമ്മൾ മറ്റേ ഡു യു നോ മീ കണ്ടില്ലേ, അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുന്ന വേർ ആർ യു ഗോയിങ് എന്നായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെയൊന്ന് ക്വസ്റ്റ്യൻ വരെ ഞാൻ തന്ന പോലെ, ഇല്ലെങ്കിൽ അവരെന്തോ എടുക്കും, ഒരു വേറൊരു സ്റ്റേറ്റ്മെന്റ് പോലൊക്കെ തന്നിട്ട് പോലീസ്മാൻ ആസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേർ ആർ യു ഗോയിങ്, എന്നിട്ട് ഇനി ഇയാൾ ചെന്ന് കൂട്ടുകാരനോട് പറയുക ആൻഡ് ഹി സെഡ് ടു മീ, അല്ലെങ്കിൽ ഹി സെഡ് ദാറ്റ്, അല്ലെങ്കിൽ ദ പോലീസ്മാൻ ആസ്റ്റ് മീ ദാറ്റ് വേർ ഐ വാസ് ഗോയിങ്. ഇവിടെ ഇപ്പൊ ഇത് നോക്കിയ കുത്തായി, കുത്തുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കുത്താകുമ്പോഴത്തേക്ക് സ്റ്റേറ്റ്മെന്റിലോട്ട് വരും. ഇതാണ് നമ്മുടെ റൂള്. ഇത് നമ്മുടെ റിപ്പോർട്ട് സ്പീച്ചിന്റെ വേറൊരു റൂളാണ്. ഒരു റൂള് നമ്മൾ കണ്ടു, പ്രസന്റിലാണ് ഡയലോഗ് കിടക്കുന്നെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പാസ്റ്റ് ആകും, നോയിൽ കിടന്നാൽ ന്യൂ ആകും, ഈസിൽ കിടന്നാൽ വാസ് ആകും, ആറിൽ കിടന്നാൽ വേറാകും. ഓക്കെ, അതൊക്കെ നമ്മൾ നോക്കി. ഇനി ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇനി ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യുന്നെങ്കിൽ ഇതുപോലെ വരും. വാട്ട് ഈസ് യുവർ നെയിം, അവിടെ യു ആണ് സബ്ജക്ട്, അവിടെ ഈസ് ആദ്യം വന്നു. കാര്യം എന്താ, അവിടെ അതൊരു ക്വസ്റ്റ്യൻ ആ, വാട്ട് ഈസ് യുവർ നെയിം. അപ്പൊ ഈസ് യുവർ, ഈസ് ആണ് ഓക്സിലറി, സബ്ജക്ട് യു, ഇല്ല യുവർ.
വാട്ട് ഈസ് യുവർ നെയിം. അതുകൊണ്ടാണ് അവിടെ ഈസ് കഴിഞ്ഞിട്ട് യു വരുന്നത്. പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി ആസ് മീ വാട്ട് വാട്ട് മൈ നെയിം വാസ് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്റെ പേര് എന്തായിരുന്നു എന്ന് അവൻ ചോദിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ആര് വരും? മൈ നെയിം വരും. മൈ നെയിം ആദ്യമായിട്ട് വാട്ട് മൈ നെയിം വാസ്. പിന്നെ ഒബ്ജക്റ്റ് ആദ്യം വരും കേട്ടോ. ഒബ്ജക്റ്റ് ആദ്യം വന്നിട്ട് വരും. ഇത് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം പറയുക, എന്നോട് എന്താ ചോദിച്ചതെന്ന്. അപ്പൊ എന്താ പറയുക? ഐ വാസ് ഗോയിങ്, ഞാൻ എവിടെ പോകുമായിരുന്നു എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. മലയാളത്തിൽ വരുമ്പോൾ നമുക്ക് ഈ മലയാളത്തിന്റെ ഇംഗ്ലീഷിന്റെയും സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എന്താ രാമൻ രാവണനെ കൊന്നു, രാം കിൽഡ് രാവണ, അതിന്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് മീനിങ് കിട്ടാത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോൾ ഫുൾ സ്റ്റോപ്പിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ എന്തെടുക്കും? ഈ വാസ് ഇതിന്റെ അകത്ത് ഓക്സിലറി ആണ്. വാസ് എന്തുവാ? രണ്ടാമതായിരിക്കും. സബ്ജക്റ്റ് ആയിട്ടുള്ള ഐ ആണ് സബ്ജക്റ്റ്, വാസ് ഓക്സിലറി, ഇത് വെർബ്. കണ്ടോ ഇവിടെ ഇപ്പൊ ആ ഫോർമാറ്റില് ഫുൾ സ്റ്റോപ്പിലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എൻഡ് ചെയ്യുന്നത്. ഫുൾ സ്റ്റോപ്പിലാണ് എൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഫുൾ സ്റ്റോപ്പ് എൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? സബ്ജക്റ്റ് ആദ്യം വരും, അത് കഴിഞ്ഞ് ഓക്സിലറി വാസ് വന്നു, പിന്നെ അത് കഴിഞ്ഞ് ഓക്സിലറി വെർബ് പ്ലസ് ഇവിടുത്തെ വെർബ് ഗോ പ്ലസ് ING, വെർബ് പ്ലസ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ് അല്ല പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിൽ കിടക്കുക. ഐ വാസ് ഗോയിങ്, പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിൽ കിടക്കുക. ഇതിപ്പോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാ ചോദിച്ചിരുന്നെങ്കിൽ ഓക്സിലറി ഉണ്ടോ, ഓക്സിലറി ആദ്യം വന്നു, പിന്നെ സബ്ജക്റ്റ് ഐ വന്നു. പക്ഷെ മിക്കവാറും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദ പോലീസ്മാൻ ആസ്ഡ് വെയർ ഐ വാസ് ഗോയിങ്, ഞാൻ എവിടെ പോകുമായിരുന്നു എന്ന് അയാൾ എന്നോട് ചോദിച്ചില്ല, പോലീസ്മാൻ എന്നോട് ചോദിച്ചു. ഓക്കെ, ഈ ഒരു റൂള് പഠിച്ചു വെച്ചേക്കണേ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ആണ് ഡയലോഗ് ആയിട്ട് കണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം? സബ്ജക്റ്റ് ആദ്യം വരണം, പിന്നെ ക്വസ്റ്റ്യനിൽ ഈസോ വാസോ ആറോ ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് കഴിഞ്ഞ് അവർ വരത്തുള്ളൂ കേട്ടോ. അവരെന്തെടുക്കും? അവര് ഈ പറഞ്ഞ സബ്ജക്റ്റ് കഴിഞ്ഞേ വരത്തുള്ളൂ. ഈ സബ്ജക്റ്റ് കഴിഞ്ഞ് മാത്രമേ അവര് വരത്തുള്ളൂ. ഐ ആണെങ്കിൽ ഐ, ഇല്ല യു ആണെങ്കിൽ ഹി ആണെങ്കിൽ എന്തുവെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓക്സിലറി വരത്തുള്ളൂ. ഇവിടെ ഭയങ്കര തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാ. ശരിയാക്കി നമുക്ക് 1 മാർക്ക് കയ്യിൽ പോരും. ഓക്കെ, മാൻ എൻക്വയറി എന്ന് വെച്ചാൽ ചോദ്യം ചോദിക്കുക, എന്തെങ്കിലും സംശയം ചോദിക്കുക, ആ ഒരു രീതിയിലാണ് എൻക്വയറി, നമ്മൾ അന്വേഷിക്കുക. ദ മാൻ എൻക്വയർഡ് വെയർ, ഉണ്ടോ വെയർ വന്നു. ഇവിടെ എന്താണ് മറ്റടുത്ത പോലെ? അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ എങ്ങനെ വരും? സബ്ജക്ട് പ്ലസ് ഓക്സിലറി, നമ്മൾ ഫുൾ സ്റ്റോപ്പിൽ കിടക്കുക. ഫുൾ സ്റ്റോപ്പിൽ കിടക്കുമ്പോൾ സബ്ജക്ട് പ്ലസ് ഓക്സിലറി, ഇവിടുത്തെ സബ്ജക്ട് ദ ഓഫീസ് ആണ്, ഓക്സിലറി വാസ് ആണ്. അപ്പൊ അത് ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? കഴിഞ്ഞതിന്റെ ഒന്ന് ഓർത്ത് പറയാവോ? ഇവിടെ എങ്ങനെ വരുമെന്ന്? ഓക്കെ, എല്ലാരും മൂസിനുമായിട്ട് യോജിക്കുന്നോ? ഓക്കെ, ഫാത്തിമ. ഓക്കെ, ഷെറിൻ. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കിത് ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞത്? വേറെ വന്നു, ഇതെന്തോ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ക്വസ്റ്റ്യനാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എൻക്വയറിയും ആണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കുകയോ ചോദിക്കുകയോ ഒക്കെ ആണ്. അപ്പത്തേക്ക് എന്താ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി. സബ്ജക്റ്റ് ആരാന്ന് ഞാൻ പറഞ്ഞു? ഓഫീസ്. അപ്പൊ ഓഫീസ് ആദ്യം വരും, പ്ലസ് ഓക്സിലറി വാസ് വരും. ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രമേ ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് എന്ന് വരൂ, അല്ലേ? ഇവിടെ നോക്കിക്കേ, സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി, ഐ ഇവിടുത്തെ സബ്ജക്റ്റ് പ്ലസ് വാസ് ഇവിടുത്തെ ഓക്സിലറി, ഐ കഴിഞ്ഞിട്ടല്ലേ വാസ് വന്നേ. അപ്പം ഇവിടെ ആരാ? ഇവിടെ സബ്ജക്റ്റ് ഓഫീസ് ആണ്, വാസ് ഓക്സിലറി ആണ്. അപ്പൊ ദ ഓഫീസ് കഴിഞ്ഞിട്ട് എന്ത് വരൂ? വാസ് വരൂ. അപ്പൊ എങ്ങനെ വരും റിപ്പോർട്ട് ചെയ്യുന്നത്? ദ മാൻ എൻക്വയർഡ് വെയർ ദ ഓഫീസ് വാസ്. ദ മാൻ എൻക്വയറി ചെയ്ത് ഓഫീസ് എവിടാന്ന് അയാൾ ചോദിച്ചു. ഇത് കഴിഞ്ഞൊരു കാര്യമാണ്. കഴിഞ്ഞതാണ് എൻക്വയർഡ് എന്നൊക്കെ കിടക്കുന്നത്, ED പാസ്റ്റ്. അപ്പൊ ഇതെന്താ? അതുകൊണ്ടാണ് എന്ത് വന്നത്? വാസ് വന്നത്. ഈസിനെ നമുക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാം. കാര്യം ഇത് മിക്കവാറും റിപ്പോർട്ട് സ്പീച്ച് ഒക്കെ പാസ്റ്റിലായിരിക്കും. കാര്യം കാര്യങ്ങൾ പ്രസന്റിൽ കിടക്കുമ്പോൾ പാസ്റ്റ് ആകും. ഇനി പാസ്റ്റിലാണെന്നുണ്ടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. കൂടുതലും പ്രസന്റിലാ ചോദ്യം ചോദിക്കുന്നത്, അത് നമ്മളങ്ങോട്ട് പാസ്റ്റ് ആക്കിയാൽ മതി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈസിനെ അവോയ്ഡ് ചെയ്ത് കളയാം, ഈസ് വരത്തില്ല. പിന്നെ വിൽ ബി ഒരു ഒന്നും കാര്യം ഇവിടെ വരുന്നില്ല, അവരൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ വിൽ ബി ഒക്കെ ഇവിടെയും വിൽ ബി ഉണ്ടെങ്കിലൊക്കെ ഇവിടെ വിൽ ബി വരത്തുള്ളൂ. വിൽ ബിയും വരത്തില്ല കേട്ടോ. വിൽ ബി ആണ് ഇപ്പൊ ഡയലോഗ് ആയിട്ട് കിടക്കുന്നതെങ്കിൽ വുഡ് ബീനെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത്, വില്ല് വന്ന വുഡ്, ക്യാന് വന്ന കുഡ്, ഷാല് വന്ന ഷുഡ്, അങ്ങനെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഈസ് വന്ന വാസ്, ആറ് വന്ന വെയർ.
കാണാലോ അല്ലേ സ്ക്രീൻ? ഹലോ, ഓഡിബിൾ ആണോ സാർ? ഓക്കെ. He dashed since 2020 to participate in the competition. മൈക്ക് ഓഫ് ചെയ്ത് കേട്ടോ. He dashed since 2020 to participate in the competition. Is preparing, has been preparing, was preparing, will be preparing. പണ്ടെപ്പോഴോ തുടങ്ങിയത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2020 തൊട്ടേ അവൻ എന്തെടുക്കുവാണ്? അവൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്ത് ഇവിടുന്ന് കിട്ടി. He dashed since 2020 to participate in the competition. അപ്പൊ എന്ത് വരും? പണ്ട് തുടങ്ങിയത് ഇപ്പോഴും, പണ്ടെങ്ങോ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മളതിനെ എന്ത് കൊടുക്കണം? എന്തായിരിക്കും? എന്തെന്ന് തോന്നുന്നു? യെസ് ചെറിൻ, കറക്റ്റ് ആണ്. ഹാസ് ബീൻ വരുന്ന എന്താന്ന് വെച്ചാൽ പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. 4ാമത്തെ ഫോമായിട്ടുള്ള പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പണ്ട് തുടങ്ങി അത് ഇപ്പോഴും കുറെ നാളായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട്, പണ്ടെങ്ങോ തുടങ്ങി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇച്ചിരി മുന്നേ തുടങ്ങി കണ്ടിന്യൂ ഒന്നും അല്ല, 2020 തൊട്ടേ ഇപ്പോഴും കണ്ടിന്യൂ. അപ്പൊ ഹാസ് ബീൻ അത് അതുപോലെ തന്നെ മുന്നോട്ട് പോകും. ഹാസ് ബീൻ പ്രിപ്പയറിംഗ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോമ്പറ്റീഷൻ. സിൻസ് ഒക്കെ കണ്ടാൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കണ്ടോ, പ്രസന്റ് ആണ്. ഹാസ് വന്നപ്പോ അത് പ്രസന്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഒക്കെ കൂടെ നമ്മൾ ഹാസ് ആയിരിക്കും കേട്ടോ. ഈസ് അങ്ങനെ വരാറില്ല, ഈസ് ബീൻ പ്രിപ്പയറിംഗ് എന്ന് വരാറില്ല. ഹാസ് ബീൻ പ്രിപ്പയറിംഗ്, ഇല്ലെങ്കിൽ യുവും വിയും ദേയും ഒക്കെ ആണെങ്കിൽ ഹാവ് ബീൻ പ്രിപ്പയറിംഗ്. ഇനി ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ ഹാഡ് ബീൻ പ്രിപ്പയറിംഗ്. ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ഫോം ആണ് ഹാഡ്. ഓക്കെ. He has been preparing since 2020 to participate in the, അവൻ പണ്ട് 2020 തൊട്ടേ അപ്പൊ തൊട്ടേ ഇപ്പൊ വരെയും അവൻ ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോഴും ചെയ്യുക. അതുകൊണ്ടാണ് എന്ത് വന്നത്? ഹാസ് ബീൻ പ്രിപ്പയറിംഗ് വന്നത്. ഓക്കെ, ഇത് കോൺകോഡ് ആണ്. കോൺകോഡ് ചെയ്യുന്ന സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് അവിടെ നിന്ന് വരുന്ന ഒരു ചോദ്യം. നൈദർ സീന നോർ റീന ഡാഷ് വെൽ. സ്വിമ്മിങ് ആണോ, സ്വിം ആണോ, സ്വിംസ് ആണോ, സ്വിംഡ് ആണോ? എന്തായിരിക്കും? എന്താണ്? ഓക്കെ, യെസ് വെരി ഗുഡ്. അതെ, സ്വിംസ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺകോഡിന്റെ റൂൾ അനുസരിച്ച് ഇങ്ങനെ രണ്ടുപേരും, ഇവിടെ 2 സബ്ജക്ട് ഉണ്ട്, സീനയും ഉണ്ട് റീനയും ഉണ്ട്. രണ്ടുപേർക്ക് നമുക്ക് തുല്യ പ്രാധാന്യമാണ്. പക്ഷെ നൈദർ നോർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നൈദർ നോർ ഇവര് കൺജങ്ഷൻ ആണ്. രണ്ട് ആൾക്കാരെ ഇപ്പൊ നമുക്ക് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സീന സ്വിംസ് വെൽ, റീന സ്വിംസ് വെൽ. ഇതിനെ രണ്ടിനെ ഒന്നാക്കൂ എന്ന് പറയാം. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. കോമ്പൗണ്ട് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ 2 സെന്റൻസ് രണ്ടിനെ യോജിപ്പിച്ചൊന്ന് ഇതിനെ എങ്ങനെ വേറെ ഒരുമിപ്പിച്ച് എഴുതാന്നുള്ള ചോദ്യം വരാം. അപ്പൊ നമ്മൾ എന്ത് എഴുതാം? ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കറക്റ്റ് ആണ്. നൈദർ സീന നോർ റീന സ്വിംസ് വെൽ. സീനയും റീനയും സ്വിം ചെയ്യത്തില്ല. സീന ഡസ് നോട്ട് സ്വിം, റീന ഡസ് നോട്ട് സ്വിം. അതിന് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ എഴുതാം, നൈദർ സീന നോർ റീന സ്വിംസ് വെൽ. സ്വിംസ് എങ്ങനെ വന്നു വെച്ചാൽ റീനയും എന്താണ്? റീനയും സിംഗിൾ ആണ്, ഒരാളുടെ പേരാ, ഒരു വ്യക്തിയാ. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ സ്വിംസ് വന്നത്. നൈദർ നോറിന്റെയും ഐദർ ഓറിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ രണ്ടാമത് കിടക്കുന്ന സബ്ജക്റ്റിന്റെ എന്താണ്, അത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന് നോക്കിയിട്ടാണ് വെർബ് വരുന്നത്. ഇവിടെ നമുക്ക് എന്താണ്? സിംഗുലർ വെർബാണ്. സിംഗുലർ വെർബിന്റെ കൂടെ നമ്മൾ എപ്പോഴും എസ് ചേർക്കും. പ്ലൂറൽ വെർബ് ഇപ്പൊ ഇവിടെ വേറെ എന്തെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും സാധനം, വസ്തുക്കൾ, നൈദർ ആപ്പിൾ നോർ ഓറഞ്ചസ്, അല്ലെങ്കിൽ നൈദർ ആപ്പിൾസ് നോർ ഓറഞ്ചസ് ആർ പ്രസന്റ് ദെയർ. ഓറഞ്ചസ് വന്നുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്? ആറ് വരുന്നത്. ഇവിടെ റീന ഒരാളെ ഉള്ളൂ, ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്? സ്വിംസ് കൊടുത്തത്. ഇവിടെ നേരെ മറിച്ച് പ്ലൂറൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനമോ വസ്തു എന്തെങ്കിലും കുറെ പ്ലൂറൽ ആയിട്ടുള്ള ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തേനെ? സ്വിം കൊടുത്തേനെ. ഇല്ലെങ്കിൽ ഇവിടെ ഏതാണോ പ്ലൂറലിൽ കിടക്കുന്ന അത് കൊടുത്തേനെ. ഓക്കെ. The number of soldiers killed in the war dash not large.
ഇവിടെ ഇതിന്റെ ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് സോൾജിയേഴ്സ് കിൽഡ്, LLED, പാസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ വെർബിന്റെ പരുവം ഒന്ന് നോക്കണം, പ്രസന്റിൽ കിടക്കുവാണോ പാസ്റ്റിൽ കിടക്കുവാണോ. ഇവിടെ ഇത് പാസ്റ്റ് ആണ്. ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രാമർ ഓക്സിലറി വെർബിന്റെ അടുത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൺകോഡ് ഓക്സിലറി വെർബ്. ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് കിൽഡ് ഇൻ ദ വാർ ഡാഷ് നോട്ട് ലാർജ്. പാസ്റ്റ് ആണ്. അപ്പൊ എന്ത് വരും? വെരി ഗുഡ്, വെരി ഗുഡ്. പാസ്റ്റ് ആണെങ്കിൽ വാസ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ഈ നമ്പർ ഓഫ് സോൾജിയേഴ്സ്, അപ്പൊ നമ്മൾ ഓർക്കും വേറെ വരണ്ടേ, കുറെ എസ് ഉണ്ടല്ലോ, എന്നാ പിന്നെ കുറെ ആൾക്കാരുടെ കാര്യമല്ലേ പറഞ്ഞേന്ന്. പക്ഷെ അങ്ങനല്ല, നമ്മളിവിടെ നമ്പർ ഓഫ് ഒക്കെ വന്നിട്ടുണ്ട്, നമ്പർ ഓഫ് എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ സിംഗുലറെ ഉപയോഗിക്കൂ. പിന്നെ സിംഗുലർ ഉപയോഗിക്കും. സിംഗുലർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരുമാണ് സിംഗുലർ, ഈസും വാസും. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ഇതാണ് പാസ്റ്റ് ആയതുകൊണ്ടാണ് എന്ത് വന്നത്, വാസ് എന്ന് വന്നത്. The earth is conglomerate of organisms. കൊഗ്ലോമെറേറ്റ് എന്ന് ഇതൊരു വൊക്കാബുലറി എന്ന് വന്നിട്ടുള്ള ചോദ്യം, ഇതും വരും. ഇത് വെച്ച് കടൽ പോലെ കിടപ്പുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. എങ്കിലും നമുക്ക് കുറച്ചൊക്കെ പഠിച്ചിട്ട് പോവാം. The earth is conglomerate. കൊഗ്ലോമെറേറ്റ് എന്ന് പറയുന്നത് എന്ത്, ഇത് നമുക്ക് ആ ഒരു എന്താ സെന്റൻസിന്റെ രൂപം വെച്ചിട്ട് ഇതിനെ ഒന്ന് നമുക്ക് അധികം എല്ലാം ഒന്നും പഠിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു സെന്റൻസിന്റെ പരുവം വെച്ച് എന്ത് വരും എന്ന് ഊഹിച്ചെടുക്കാൻ പറ്റും. നോക്കിക്കേ ഏതായിരിക്കും വരുന്നത്. ഷെറിൻ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കമന്റ് ചെയ്യൂ. സി, ഓക്കെ. അപ്പീസ്മെന്റ്. വേറെ എന്തൊക്കെയാണ്? ഓക്കെ, റഹ്മത്ത്, മിക്സ്ചർ. ബി, റിസംബ്ലൻസ്. ഓക്കെ, മിക്സ്ചർ. അപ്പം കോഗ്ലോമറേറ്റിന്റെ വേർഡ് മീനിങ് എന്താന്ന് വെച്ചാൽ മിക്സ്ചർ. എല്ലാരും പറഞ്ഞ പോലെയാണ് മിക്സ്ചർ. എർത്ത് ഈസ് എ മിക്സ്ചർ ഓഫ് ഓർഗാനിസംസ്. എർത്ത് ഓർഗാനിസംസ് ഇവിടെ വന്നല്ലോ. അപ്പൊ എന്താണ്, കുറെ മിക്സ്ചർ ആണ്. ആ ഒരു രീതി നമുക്ക് റിസംബ്ലൻസ് എന്ന് വെച്ചാൽ സിമിലർ ആയിട്ടുള്ള, അതുപോലെയുള്ള, ഇതിനെ സാമ്യമായിട്ടുള്ള ആ ഒരു രീതിയിൽ വരും. ഇലുമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തിളങ്ങി നിൽക്കുന്ന ലൈറ്റിന്റെ ഇത്. അപ്പീസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഈ അപ്രിഷിയേറ്റ് ആ ഒരു പ്ലീസ് ചെയ്തുള്ള രീതിയിലുള്ള സംസാരം, അതിനെയൊക്കെയാണ് അപ്പീസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കൊഗ്ലോമറേറ്റ് നോക്കിയാൽ മതി. കൊഗ്ലോമറേറ്റ്, എർത്ത് ഈസ് എ മിക്സ്ചർ ഓഫ് ഓർഗാനിസംസ്. ഓർഗാനിസംസിന്റെ ഒരു കൂട്ടമാണ്. ആ അല്ലെങ്കിൽ അതിന്റെ ഒരു മിക്സ്ചർ ആണ്. അതിനാണ് നമ്മൾ എന്താന്ന് പറഞ്ഞേക്കുന്നത്, കൊഗ്ലോമറേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ദ വേർഡ് ഹയർ ഹാസ് ഡാഷ് സിലബിൾസ്. നമുക്ക് ഇത് കേട്ടിട്ട് കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ ഡിഗ്രി എന്ന് വരുന്നതാ. ഡിഗ്രിയിൽ നമുക്ക് ഫോണറ്റിക്സ് പഠിക്കാൻ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ്. അതുകൊണ്ടാണ് നമുക്ക് ഈ സിലബിൾ ചോദ്യങ്ങളൊക്കെ വരുന്നത്. ദ വേർഡ് ഹയർ ഹാസ് ഡാഷ് സിലബിൾ അഥവാ സിലബിൾ. സിലബിളോ സിലബിൾസോ എന്തോ ഉണ്ട്, അത് എത്ര ആണ് ഒന്ന് പറഞ്ഞു നോക്കണം. ഈ സിലബിളിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളൊന്ന് പയ്യെ ഒച്ചത്തിലല്ല, നമ്മൾ തന്നെ ഒന്ന് മനസ്സിൽ ചെറുതായിട്ടൊന്ന് വായനക്ക് പറഞ്ഞു നോക്കണം. ഹയർ, ഹയർ. എന്തെങ്കിലും ഒരു കട്ട് വരുന്നുണ്ടോ? ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഒറ്റയടിക്ക് പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഷെറിൻ, ബി ആണ്, ബി ആണ്. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് അത് അറിയാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ എന്താണ് ഹയർ എന്ന് പറയുമ്പോ ഹയർ, ഹാ കഴിഞ്ഞിട്ട് ഒരു ഏറും കൂടെ നമുക്കൊരു എന്താ ഒരു ഒറ്റ ഇത് പറയാൻ പറ്റുന്നില്ല. ഇപ്പം AND, ആൻഡ് എന്ന് നമ്മൾ ഇങ്ങനെ മലയാളത്തിൽ ചുമ്മാ ആ ഒരു രീതി പറയുന്നത്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആൻ എന്നാണ്. അപ്പൊ അവിടെ തീക്ക് ഒന്ന് ഒറ്റ ഒരു വാ ഒന്ന് അനക്കുമ്പോഴേ അത് നമുക്ക് പറയാൻ പറ്റും. ഹയർ ആണെങ്കിൽ ഹയ, ഹയ, ഹ യ, ആ ഒരു രീതി 2 പ്രാവശ്യം വാ അനങ്ങുന്നുണ്ട്. അതുകൊണ്ട് അത് എന്തെന്ന് പറയും, അതിൽ 2 സിലബിൾ ഉണ്ട്. എത്ര പ്രാവശ്യമാണ് നമ്മുടെ വാ ഒന്ന് അനങ്ങുന്നത് അത് വെച്ചിട്ടാണ് സിലബിൾ കിട്ടുന്നത്. ഇപ്പം എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ 4 സിലബിൾ ഉണ്ട് എഡ്യൂക്കേഷനിൽ. പിന്നെ എഡ്യൂക്കേഷന്റെ സ്ട്രെസ് എവിടെ വരും, 3ാമത് സിലബിൾ ആയിട്ടുള്ള കായൽ വരും. സ്ട്രെസ്സിന്റെ ചോദ്യവും ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് എവിടെ സ്ട്രെസ് എന്ന് ചോദിക്കുക, എത്രാമത്തെ സിലബിളിലാണ് സ്ട്രെസ് എന്ന് ചോദിക്കുക. ഈ TION അല്ലെ, ഷൻ, TION, അഡീഷൻ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ TION ഒരു സിലബിൾ ആയിട്ട് കിടക്കുമല്ലോ, അതിന് തൊട്ട് മുന്നത്തെ സിലബിളിലായിരിക്കും എപ്പോഴും സ്ട്രെസ് പോകുന്നത്. എഡ്യൂക്കേഷൻ, പൊളിറ്റീഷ്യൻ, അഡീഷൻ, ആ ഒരു അഡീഷന്റെ തൊട്ട് മുന്നിൽ കിടക്കുന്ന ആ ഒരു ഡിയിലായിരിക്കും എന്ത് പോകുന്നത്, സ്ട്രെസ് പോകുന്നത്. എഡ്യൂക്കേഷൻ, അഡീഷൻ, ഇമ്പോർട്ടന്റ്. ഇമ്പോർട്ടന്റിന്റെ 3 സിലബിൾ ഉണ്ട്. ഇമ്പോർട്ടന്റ്,
അപ്പൊ ആ 3 സിലബിളിൽ രണ്ടാമത്തെ സിലബിളിലാണ് സ്ട്രെസ് പോകുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ അവിടെ ഇരുന്നിട്ടേ ഒന്ന് പറഞ്ഞ്, ഒച്ചത്തിലല്ല, നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് സിലബിളിന്റെ എത്ര സിലബിൾ ഉണ്ട്, എങ്ങനെയാ സ്ട്രെസ് എന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഹയറിന് 2 സിലബിൾ ആണ് ഹയർ. ഓക്കെ, ഇവിടുത്തെ സ്ട്രെസ് ഫസ്റ്റ് സിലബിളിനാണ്, 2 സിലബിൾ ഉണ്ട് ഹയറിനാണ്. കാര്യം എറർ ഒന്നും നമുക്ക് കേൾക്കുന്നില്ല നേരെ ചൊവ്വേ അല്ലേ, നമ്മൾ നല്ല രീതിയിൽ പ്രൊണൗൺസ് ചെയ്യുവാണെങ്കിൽ ഹയർ, ആ ഒരു എറർ അങ്ങ് താന്നു പോകും. അപ്പം ഈ ഒരു ഹയറിന്റെ കേസിൽ 2 സിലബിൾ ഉണ്ട്, ഫസ്റ്റ് സിലബിളിനാണ് സ്ട്രെസ് പോയിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ് അബൌട്ട് ദിസ് വാലി ഈസ് ഇറ്റ്സ് സൈലൻസ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓ അതെ, അപ്പൊ ഇതെന്താണ് ഈ സ്റ്റേറ്റ്മെന്റ്, എന്താണ് ഈ സെന്റൻസ്, എന്താണ്? ഞാൻ പറഞ്ഞു, എന്താണിത്? യെസ് യെസ് യെസ്, ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനെ ഇത് സ്റ്റേറ്റ്മെന്റ് ആയി? ഇത് പക്ഷെ തെറ്റിപ്പോകാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ തന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എങ്ങനെ തെറ്റും? നമ്മൾ എപ്പോഴും ചിന്തിക്കും വാട്ട് കിടക്കും ആദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഓർക്കും എന്താണ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് തോന്നിപ്പോ, വാട്ട് കാണുമ്പോഴേ ചാടിക്കറിയാം ക്വസ്റ്റ്യന്റെ WHD വാട്ട് കിടക്കണം, ക്വസ്റ്റ്യൻ എടുത്തേക്കാം. പക്ഷെ അങ്ങനല്ല. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വേണം? ക്വസ്റ്റ്യൻ മാർക്ക് വേണം. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. പിന്നെ കമാൻഡിൽ റിക്വസ്റ്റിലും ഒക്കെ ഫുൾ സ്റ്റോപ്പ് ആണ്. പക്ഷെ കമാൻഡ് ആണെങ്കിൽ അത് അറിയാം. കമാൻഡ് ഗെറ്റ് ഔട്ട്, ഡു ദാറ്റ് വർക്ക്, ഗോ എവേ, ഷട്ടപ്പ്, ഇതൊക്കെ എന്താണ്? കമാൻഡ് ആണ്. റിക്വസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ഒക്കെ വരും. കുഡ് യു പ്ലീസ് ഡു ദാറ്റ്, ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും റിക്വസ്റ്റ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ഫാക്റ്റുകളാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഈ 3 ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. പക്ഷെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞപ്പം ദിസ് ഈസ് എ കാർ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ ഒരു റിക്വസ്റ്റ് ഇല്ല, അവിടെ ഒരു കമാൻഡ് ഇല്ല, ഒന്നുമില്ല. സ്റ്റേറ്റ്മെന്റ് വരുന്ന സെന്റൻസുകളെ നമ്മൾ എന്തെന്ന് പറയും? ഡിക്ലറേറ്റീവ് അഥവാ അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയും. ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനെ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയും. റിക്വസ്റ്റ്, കമാൻഡ് പോലുള്ളതിനെ നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയും. ഇനി എങ്ങനെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, വാവ് ഇറ്റ് ഈസ് ഓസം എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയും. എക്സ്ക്ലമേഷൻ കാണും, വാവ്, അലാസ്, ഔച്ച്, അങ്ങനെ എല്ലാപ്പോഴും സന്തോഷമുള്ള കാര്യം ഈ ഔച്ച് എന്നൊക്കെ പറഞ്ഞ വേദന എടുക്കുമ്പോഴൊക്കെ പറഞ്ഞു. അപ്പൊ ഔച്ച്, അലാസ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അവർ ചോദിക്കുക ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെന്ന് ചോദിച്ചാൽ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ല, എക്സ്ക്ലമേഷൻ മാർക്ക് കാണും. സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. പിന്നെ അതൊരു ഫാക്ട് ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നതായിരിക്കും. റിക്വസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമായിരിക്കും, യാചിക്കുമായിരിക്കും. ഞാൻ കേറിക്കോട്ടെ, മേ, പ്ലീസ്, കുഡ്, അങ്ങനത്തെ രീതിയിലുള്ള വാക്കുകളായിരിക്കും. ഞാൻ കേറിക്കോട്ടെ, ഞാൻ മേ ഐ കമിൻ മിസ് എന്നൊക്കെ ചോദിക്കത്തില്ല, അതെന്തോ ഒരു റിക്വസ്റ്റ്, ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കുക. അതൊക്കെ നമ്മുടെ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന കമാൻഡ്, റിക്വസ്റ്റ്, വിഷ്, ഐ വിഷ് ഐ കുഡ് ഹാവ് വിങ്സ് എന്ന് പറയുന്നത് എന്തോ ഞാൻ ആഗ്രഹിക്കുവാണ്, ഒരു ഫാക്ട് ഒന്നും അല്ല. അപ്പൊ അതെന്താണ്? അതൊക്കെ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയും. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയും. ഓക്കെ, ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇഡിയംസിൽ നിന്നും ക്വസ്റ്റ്യൻ വരും, ഒരെണ്ണമെങ്കിലും വരും. ഫ്രേസൽ വെർബിൽ നിന്നാണ് കൂടുതൽ കാണുന്നത്. പക്ഷെ ഇഡിയംസ് അവർ വിട്ടുകൊടുക്കത്തൊന്നുമില്ല, എന്തെങ്കിലും ഒരെണ്ണം അവർ ചോദിച്ചിരിക്കും. നമ്മൾ വൊക്കാബുലറിയും ഫ്രേസൽ വെർബും പറഞ്ഞ പോലെ തന്നെ ഇഡിയംസ് എന്താണ്? ഇഡിയംസും കുറെ ഉണ്ട്, കുറെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നോക്കി പോവുക എന്നുള്ളൊരു ഓപ്ഷനേ നമുക്കുള്ളൂ. ഏതായിരിക്കും ആൻസർ? ഇഡിയംസിന്റെ ഒക്കെ പ്രത്യേകത ആ കിടക്കുന്ന വാക്കുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത മീനിങ് ആയിരിക്കും. പിന്നെ ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഓക്കെ, ഇത് പറയുന്നിട്ട് നമുക്ക് എന്ത് തോന്നും? ഓക്കെ ഓക്കെ, ഇറ്റ്സ് റെയിനിങ്, there is no rain at all. അങ്ങനെയൊക്കെ തോന്നും. അതാണ് ഒരു കുഴപ്പം. പിന്നെ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി. ഭയങ്കരമായിട്ട് മഴ പെയ്യുമ്പോൾ പറയുന്ന ഒരു യൂസേജ് ആണ്. ഇഡിയംസ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞില്ലേ, ഈ പഴഞ്ചൊല്ലിന്റെ ഒക്കെ ആ ഒരു രീതിയിലുള്ള ഇതാ. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നൊരു ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴയാണ്, അപ്പൊ റെയിനിങ് ഹെവിലി. ഓക്കെ, ഇതിന്റെ ഇന്നർ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി. ഇത് നമ്മൾ പഠിച്ചു വെച്ചോ, ഇതൊരു ഇഡിയമാണ്. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് മീനിങ് ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി. ഭയങ്കരമായിട്ടുള്ള മഴയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇല്ലേ, ചിലപ്പോ ഒരു ഡയലോഗ് അവർ എന്താ പറഞ്ഞ, the children were playing and they had to put down their mats because, and then Ram said, അപ്പൊ ഒരു ഇങ്ങനെ അവിടെ കളിച്ചോണ്ടിരുന്ന ഒരു കുട്ടി ഒരു കാര്യം പറഞ്ഞു. അപ്പൊ അത് ഏത് ഇഡിയം ആയിരിക്കും അവൻ പറയാൻ പോണ? ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. കാര്യം എന്താ? ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ട് അവൻ പറയും ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഓക്കെ, വേറൊരു ഇഡിയം, ദ ക്യാറ്റ് ഈസ് ഔട്ട് ഓഫ് ബാഗ്.
പ്ലേയിങ് കാറ്റ്, കാറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ബാഗ്, വെപ്പൺ സീൻ ഫ്രം ദ ബാഗ്, റിവീലിംഗ് ഓഫ് സീക്രട്ട്. ഇച്ചിരി എളുപ്പമാണ്, പക്ഷെ കുറെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഷെറിൻ ഡി ആണ്. എല്ലാരും ഷെറിനോട് യോജിക്കുന്നോ? കറക്റ്റ് ആണ് ഷെറിൻ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ആൻസർ റിവീലിംഗ് ഓഫ് ദ കാറ്റ് ഈസ് ഔട്ട് ഓഫ് ബാഗ്. സ്പില്ലിംഗ് ബീൻസ്, സ്പില്ലിംഗ് ഇതിന്റെ വേറൊരെണ്ണമാണ്. കാറ്റ് ഈസ് ഔട്ട് ഓഫ് ദി ബാഗ്. അതുപോലെ തന്നെ വേറൊരു ഇഡിയമാണ് സ്പില്ലിംഗ് ഓഫ് ബീൻസ്. എന്തൊരു ബാഗിൽ ഇല്ലെങ്കിൽ എവിടെ ഉള്ളായിരുന്നു ബീൻസ് പുറത്തെല്ലാം പുറത്തായി, പുറത്ത് ചാടി, എല്ലാരും എല്ലാം അറിഞ്ഞു, പുറത്തായി എന്നുള്ളൊരു മീനിങ്. കാറ്റ് ഈസ് ഔട്ട് ഓഫ് ബാഗ്. അതാ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ സീക്രട്ട് ആകുമ്പോ അത് കാറ്റ് ഈസ് ഔട്ട് ഓഫ് ബാഗ്, എല്ലാരും അറിഞ്ഞു, ഇനിയിപ്പോ നമുക്ക് മൂടി വെക്കാൻ പറ്റില്ല. അതിന്റെ വേറൊരെണ്ണമാണ് അതേ സെയിം മീനിങ് വരുന്നതാണ് സ്പില്ലിംഗ് ബീൻസ്. ബീൻസ് സ്പില്ലായി, എവിടെ അത് സ്പില്ലായി എന്ന് പറയുമ്പോൾ താഴത്ത് വീണു. അപ്പൊ എന്താ ബീൻസ് കേട്ടോ. മിൽക്ക്, സ്പില്ലിംഗ് മിൽക്ക് എന്ന് പറഞ്ഞാൽ വേറൊരെണ്ണം ഉണ്ട്, അതല്ല. സ്പില്ലിംഗ് ബീൻസ്, BANS, ബീൻസ് സ്പില്ലായി എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? റിവീലിംഗ് ഓഫ് സീക്രട്ട് എന്നാണ്. ഓക്കെ, പുട്ട് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ്. ഇത് നമ്മുടെ കോൺകോഡ് ആണ്. വൺ ഓഫ് ദ ബോയ് ഈസ് മിസ്സിംഗ്, വൺ ഓഫ് ദ ബോയ്സ് ഈസ് മിസ്സിംഗ്, വൺ ഓഫ് ദ ബോയ്സ് ആർ മിസ്സിംഗ്, വൺ ഓഫ് ദ ബോയ് ആർ മിസ്സിംഗ്. ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഏതായിരിക്കും? ഒരു ഗസ് അടിക്കൂ. ഓക്കെ, ബി. ഓക്കെ, റഹ്മത്ത്, ഫാത്തിമ, ബി. ഇനി ഡി എങ്ങാനും ആണോ? നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആൻസർ കേട്ടോ, വെരി ഗുഡ്. രണ്ടുപേരും പറഞ്ഞത് കറക്റ്റ് ആണ്. വൺ ഓഫ് ദ ബോയ്സ് ഈസ് മിസ്സിംഗ്. ഇവിടെ എന്തുകൊണ്ട് ഈസ് വന്നു? ഇവിടെ എന്തുകൊണ്ടാണ് ഈസ് വന്നത്? കാര്യം നമ്മൾ ഈ ബോയ്സ് എന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ആറാണ്, പക്ഷെ അല്ല. ആ ബോയ്സിന്റെ അകത്ത് ഒരാളെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കുറെ ബോയ്സ് ഉണ്ട്, വൺ ഓഫ് ദ ബോയ്സ് ഈസ് മിസ്സിംഗ്. അവരിൽ ഒരാളാണ് മിസ്. ആ ഒരാളെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? നമുക്ക് ഈസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. വൺ ഓഫ് ദ ബോയ്സ് ഈസ് മിസ്സിംഗ്. ഈ കുറെ ബോയ്സിൽ ഒരാള് മിസ്സിംഗ് ആണ്, ആ ഒരാളുടെ കേസ് മാത്രമാണ് മിസ്സിംഗ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ വൺ ഓഫ് ദ ഗ്ലാസ് ഇസ് എംറ്റി, വൺ ഓഫ് ദ ഗ്ലാസസ് ഇസ് എംറ്റി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ വൺ ഓഫ് ദയുടെ കൂടെ വരുന്നത് പ്ലൂറൽ ആയിരിക്കും. കുറെ എണ്ണത്തിന്റെ കൂട്ടത്തിൽ ഒരെണ്ണത്തിന് മാത്രം എന്തോ സംഭവിച്ചു, ആ ഒരെണ്ണത്തിനെ ബേസ് ചെയ്താണ് നമ്മളിവിടെ ഓക്സിലറി കൊടുക്കുന്നത്, ഈസ് കൊടുത്തു. ഓക്കെ, നമുക്ക് തോന്നുന്നു ആറാണ് കറക്റ്റ്. വൺ ഓഫ് ദ ബോയ്സ്, ഇവിടെ ബോയ്സ് കിടക്കുന്നല്ലോ, 6 കൊടുക്കാം. നല്ല, നമ്മൾ ബോയ്സിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, ബോയ്സിന്റെ കൂട്ടത്തിലുള്ള ഏതോ ഒരു ബോയ്ക്കാണ് മിസ്സിംഗ് സംഭവിച്ചിരിക്കുന്നത്. ആ ബോയിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി ഉപയോഗിക്കുന്നത്. ഹാഡ് ഹി ഡൺ ഇറ്റ്. ഇത് നമ്മുടെ ഇഫ് ക്ലോസിന്റെ അകത്തൊക്കെ വരുന്ന ഒരു ചോദ്യമാണ്. ഹാഡ് ഹി ഡൺ ഇറ്റ്, he would declare it openly, he will declare it openly, he would have declared it openly, he would be declared it openly. ഗ്രാമാറ്റിക്കലി ഏതാണ് കറക്റ്റ്? ഏതാന്ന് തോന്നുന്നു? ഏതാന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഡ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഹി വുഡ് ഡിക്ലെയർ ഇറ്റ് ഓപ്പൺലി ആണോ, ഹി വിൽ ഡിക്ലെയർ ഇറ്റ് ഓപ്പൺലി ആണോ, ഹി വുഡ് ഹാവ് ഡിക്ലെയർഡ് ഇറ്റ് ഓപ്പൺലി ആണോ? ഇവിടെ ആൻസർ ഏതായിരുന്നു വരുമെന്ന് വെച്ചാ അല്ല അല്ല, നമുക്ക് നോക്കാം. ഇവിടുത്തെ ആൻസർ ഹി വുഡ് ഹാവ് ഡിക്ലെയർഡ് ഇറ്റ് ഓപ്പൺലി എന്ന് വരും. ഹാഡ് വരുന്നത് V3 ഫോമിലാണ്, പാസ്റ്റ് ഫോമിലാണ്. പ്രസന്റിൽ എവിടെയും ഹാഡ് വരില്ല. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് ഫ്യൂച്ചറിലുള്ള ഒരു സംഭവം. നടന്നേനെ, ഇത് നടന്നില്ല, ഇത് അപ്പൊ ഇത് നടന്നൊന്നും ഇല്ല. അപ്പൊ നടന്നേനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ വില്ലാണ്. അപ്പൊ ഈ സത്യത്തിൽ നടക്കാനും പോണില്ല, ഇത് എന്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിരുന്നു എങ്കിൽ എന്ന് പറയുക. ഹാഡ് ഹി ഡൺ ഇറ്റ്, അവൻ എങ്ങാനും അത് ചെയ്തിരുന്നെങ്കിൽ അവൻ തുറന്ന് പറഞ്ഞേനെ. അപ്പൊ ഇതൊന്നും നടക്കാത്ത കാര്യം, ഇതൊരു ഊഹാഭോഗമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്? വുഡ് കൊടുത്തേക്കുന്നത്. ഇല്ല, വില്ലെന്ന് വെച്ചാൽ അത് ഏകദേശം ഫ്യൂച്ചർ നടക്കും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, പക്ഷെ ഇത് അങ്ങനല്ല. ഹാഡ് ഹി ഡൺ ഇറ്റ്, അവനെങ്ങാനും അത് ചെയ്തിരുന്നെങ്കിൽ അവൻ തുറന്ന് പറഞ്ഞേനെ എന്നാണ്. അപ്പൊ ഹി വുഡ് ഹാവ് ഡിക്ലെയർഡ് ഇറ്റ്, അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവൻ പറഞ്ഞു കഴിഞ്ഞേനെ. അതുകൊണ്ടാണ് ഇവർ ഡിക്ലെയർഡ്. ഇത് നടന്നിരുന്നു എങ്കിൽ ഇതിപ്പോ കഴിഞ്ഞേനെ. ഇവന്റെ ഈ ഒരു തുറന്നു പറച്ചില് കഴിഞ്ഞേനെ. അതുകൊണ്ടാണ് ഇവർ ഡിക്ലെയർഡ് വന്നത്. യു വുഡ് ഹാവ് ഡിക്ലെയർഡ് ഇറ്റ്, അവൻ പറഞ്ഞേനെ എന്ന് വന്നുകൊണ്ടാണ് കേട്ടോ ഹാവും വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ രീതിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ക്ലോസിന്റെ അകത്തൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്.
നടന്നില്ല. നടന്നായിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരുന്നേനെ. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഇച്ചിരി ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. ഹി വിൽ കം, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്. ഹി വിൽ കം, വിൽ ദേ, വിൽ ഹി, വോണ്ട് ഹി, വോണ്ട് ദേ. ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും ആൻസർ? ഓക്കെ, വെരി ഗുഡ് ഫാത്തിമ. എല്ലാവർക്കും ചെയ്യാൻ തോന്നുന്നോ? എന്താണ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാത്തത്? സി ആണ് ഷെറിൻ. ഓക്കെ, അപ്പം എന്താണ്? സി ആണ് നമ്മുടെ ആൻസർ. വില്ലാണെന്നുണ്ടെങ്കിൽ വില്ല് ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ വോണ്ടാകും. ഓക്കെ, വോണ്ടാണെന്നുണ്ടെങ്കിൽ വോണ്ട നെഗറ്റീവ് ആയിട്ട് കിടക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വില്ലാകും. ഓക്കെ, ഹി വിൽ കം, ഹി വോണ്ട് കം. ഇപ്പൊ ഇവിടെ വേറൊരു സെന്റൻസാ, ഹി വോണ്ട് കം, അവൻ വരത്തില്ല. വരൂ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കത്തില്ലേ, അവൻ വരത്തില്ല, ഹി വോണ്ട് കം. പിന്നെ നമ്മൾ ഓർക്കുക, വിൽ ഹി, ഇനി ഞാൻ വരുവോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ വോണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വില്ല് വരും, ഇവിടെ വില്ലാണെന്നുണ്ടെങ്കിൽ വോണ്ട് വരും. വില്ലിന്റെ കാര്യം, വില്ലണ്ടെന്നൊരു വാക്കില്ല കേട്ടോ, അത് ആരും തെറ്റി വേണേ അവർ ചോദിക്കും. വില്ലെന്ന് എഴുതിയിട്ട് നമ്മളിപ്പോ ഡിഡണ്ടെന്നൊക്കെ എഴുതുന്ന പോലെ ചോദിക്കും. പക്ഷെ വില്ലണ്ടെന്നൊരു വാക്കില്ല, വോണ്ടെന്നാണ് അതിന്റെ ഒരു നെഗറ്റീവ്. വില്ലിന്റെ ഒരു നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത് വോണ്ട് ആണ്. ഹി വിൽ കം, വോണ്ട് ഹി. ഓക്കെ, ഹി വിൽ കം, വോണ്ട് ഹി. ഇനി ഇവിടെ അങ്ങനെ റാം ആയിരുന്നു, റാം വിൽ കം. അങ്ങനെയാണെങ്കിലും എന്ത് വരും? വോണ്ട് ഹീനെ വരത്തുള്ളൂ കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്രൊണൗൺ ആണ് യൂസ് ചെയ്യുന്നത്. വോണ്ട് റാം എന്ന് ചോദിക്കാറില്ല, വോണ്ട് ഹീ എന്നാ ചോദിക്കാറുള്ളത്. പേരാ കൊടുത്തേക്കുന്നെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിലോട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ പ്രൊണൗൺ ഫോം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഒബ്ജക്റ്റീവ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. The news headline, a mortgage that help with those credit problems. ഇതിന് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ന്യൂസ് ഒക്കെ, ഇത് ന്യൂസിൽ നിന്ന് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് അവർ അങ്ങനെയും ചോദിക്കുന്നുണ്ട്. ന്യൂസിന്റെ ഹെഡ്ലൈൻസ് നമുക്ക് അതിന്റെ കാറ്റഗറി, നമുക്ക് അർത്ഥം മനസ്സിലായോ എന്നറിയാനാ. പിന്നെ അത് GK എല്ലാം ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള, നമുക്ക് ലോക വിവരം ഉണ്ടോ, ഇത് ഏത് കാറ്റഗറി വരും, പത്രമൊക്കെ അറിയാമെങ്കിൽ അങ്ങനെ വെച്ചിട്ടൊക്കെ അവർ നോക്കുന്നതായിരിക്കാം. അപ്പൊ എ മോർഗേജ് ദാറ്റ് ഹെൽപ്പ് വിത്ത് ദോസ് ക്രെഡിറ്റ് പ്രോബ്ലംസ്, ഇത് ഏത് ടൈപ്പ് ഓഫ് ന്യൂസ് ആയിരിക്കും? അതിന്റെ ഒരു സ്വഭാവം കണ്ട് നമുക്ക് എന്ത് തോന്നുന്നു? ഓക്കെ, വേറെ ആർക്കും ഒന്നും പറയാനില്ലേ? ഓക്കെ, ബിസിനസ് ന്യൂസ്. വെരി ഗുഡ്, ബിസിനസ് ന്യൂസ് ആണ് കറക്റ്റ്. ഇവിടെ മോർഗേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോൺ, എന്താ ഈ പണയം, ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് മോർഗേജ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് വെച്ചിട്ടാണല്ലോ ലോൺ എടുക്കുന്നത്. അപ്പൊ അങ്ങോട്ട് വെക്കുന്ന ആ ഒരു സംഭവത്തിനെയാണ് ഒരു മോർഗേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പണയമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒറ്റ വെക്കുമല്ലോ, അതിനെയാണ് മോർഗേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സംഭവമൊക്കെ എന്താ, ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുന്നത്. പിന്നെ ക്രെഡിറ്റ്, ഓക്കെ, ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞ പൈസ ഈ ഒരു, അപ്പൊ അതെന്തുവാ, ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അത് ബിസിനസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ചില സെലിബ്രേഷൻസിന്റെ കേസ്, മാച്ച് വിന്നിങ്ങിന്റെ കേസ് ഒക്കെ വരുവാണെങ്കിൽ അത് സ്പോർട്സ് ന്യൂസ് ആയിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ സന്തോഷങ്ങൾ അങ്ങനത്തെ രീതിയിലൊക്കെ, ഇപ്പൊ ഹോളിഡേ പ്ലേസ് വാസ് ഫിൽഡ് വിത്ത് കളേഴ്സ് ആൻഡ് സെലിബ്രേറ്റ്, അവർ ചിലപ്പോൾ ഇന്ത്യ അങ്ങനെയൊന്നും ചോദിക്കണമെന്നില്ല. അപ്പൊ അതെന്താണ്, അതൊരു എന്റർടൈൻമെന്റ് ന്യൂസ് ആണ് അല്ലെ, ഒരു സന്തോഷം അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് എന്റർടൈൻമെന്റ് ന്യൂസ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ് മോർഗേജ് ദാറ്റ് ഹെൽപ്പ് വിത്ത് ദോസ് ക്രെഡിറ്റ് പ്രോബ്ലം, ഒരു ബിസിനസ് ന്യൂസ് ആണ്. ക്ലിയർലി കൺഫ്യൂസ്ഡ്, ക്ലിയർലി കൺഫ്യൂസ്ഡ് ഇതിന് ഏത് എക്സാമ്പിൾ ആണ്? ക്ലിയർലി കൺഫ്യൂസ്ഡ് ഏത് എക്സാമ്പിൾ ആണോ? ഓക്സിമോറോൺ ആണോ, സിമിലി ആണോ, മെറ്റഫർ ആണോ, ഹൈപ്പർബോൾ ആണോ? ഇവരൊക്കെ ലിറ്റററി ഡിവൈസസ് കേട്ടോ. ഇതും വരും, നമ്മളെല്ലാം ഡിഗ്രി പഠിച്ചയാ. അപ്പൊ ഡിഗ്രി നമ്മൾ പോയം പഠിച്ചു, സ്റ്റോറി പഠിച്ചു. പോയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പോയറ്റിക് ഡിവൈസും ലിറ്റററി ഡിവൈസ് ഒക്കെ പഠിക്കും. അപ്പൊ ഇത് ഏത് വരും? ഒരു ഗസ് അടിക്കൂ. ക്ലിയർലി കൺഫ്യൂസ്ഡ്, എ, സി മെറ്റഫർ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓക്സിമോറോൺ ആണ് കേട്ടോ സംഭവം. ഫോർ എക്സാമ്പിൾ, സത്യസന്ധനായ കള്ളൻ, കള്ളനാണ്, പിന്നെ അവൻ ഇവിടുന്ന് സത്യസന്ധനാവും. ഏതൊരു രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടേംസ് ഒരുപോലെ വരുന്നതിനാണ് നമ്മൾ ഓക്സിമോറോൺ എന്ന് പറയുന്നത്. ഓക്കെ,
വിചിത്രമായ അല്ലെങ്കിൽ എന്താ വികൃതമായ സുന്ദരി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വികൃതത എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള സൗന്ദര്യം ഇതിപ്പോ എങ്ങനെ വരുന്നു അങ്ങനൊക്കെ ഉള്ള എക്സ്ട്രീംലി ഡിഫറെന്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടേംസ് ഇവിടെ ക്ലിയർലി എന്ന് വെച്ചാൽ ക്ലിയർ ആണ്. പിന്നെന്തോ തന്നെ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തുവാ ഒരു ഡൗട്ട്ഫുൾ ആണ്, ക്ലിയറും ആണ് ഡൗട്ട്ഫുൾ ആണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അങ്ങനെയുള്ള ടേംസ് അങ്ങനെയുള്ള ലിറ്റററി ഡിവൈസ് യൂസേജിനെയാണ് നമ്മൾ ഓക്സിമോറോൺ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളവരെ ഒരുമിച്ച് ഉപയോഗിക്കുന്നതിനെ ആ ഒരു ലിറ്റററി വേ ഓഫ് യൂസ് ലിറ്റററി ഡിവൈസിനെ നമ്മൾ ഓക്സിമോറോൺ എന്ന് പറയുന്നത്. പിന്നെയുള്ള സിമിലി മെറ്റഫോറും നമുക്ക് എളുപ്പം പഠിക്കാവുന്നതാണ്. സിമിലിക്ക് ഒന്നുമില്ല, രണ്ടുപേരെ കമ്പയർ ചെയ്യുന്നു. ഷീ ഈസ് ലൈക്ക് എ റോസ്, അവള് റോസ് പോലെയാണ്. അപ്പൊ നമ്മൾ പോലെ പറഞ്ഞു, ലൈക്കോ ആസോ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ അത് പോലെ എന്ന് ഉപയോഗിക്കാൻ ലൈക്കോ ആസോ, ഇത് രണ്ടും പോലെ എന്ന് തന്നെ മീൻ ചെയ്യുന്നത്. ഷീ ഈസ് ലൈക്ക് എ റോസ്, ഷീ ഈസ് ആസ് റെഡ് ആസ് എ റോസ്, റെഡ് എന്താ റോസ് പോലെ റെഡ് ആണ് അവൾ. അപ്പൊ അവിടെ എല്ലാം നമ്മൾ എന്താ ആസ് ഉപയോഗിച്ച് പോലെ കൊണ്ടുവന്നു, ലൈക്ക് ഉപയോഗിച്ച് പോലെ കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സിമിലി എന്ന് പറയും. ഇനി മെറ്റഫറിന്റെ കേസിലാണെങ്കിൽ ഈ ലൈക്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ പറയാണ് മൈ ലൈഫ് ഈസന്റ് എ ക്രിസ്റ്റൽ സ്റ്റെയർ, എന്റെ ജീവിതം ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ അല്ല എന്ന് വെച്ച് ജീവിതം ക്രിസ്റ്റൽ സ്റ്റെയർ ആണോ? അല്ല. അവിടെ ഞങ്ങൾക്ക് പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ മനസ്സിലായില്ലേ, അത്ര സുഖകരമായിട്ടുള്ള ജീവിതമില്ല, അത്ര അടിപൊളിയായിട്ടുള്ള ജീവിതമൊന്നും അല്ല എന്നാണ് മീൻ ചെയ്തത്. അവിടെ ലൈക്ക് വന്നില്ല, പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിനെ എന്തുവാ ക്രിസ്റ്റൽ സ്റ്റെയറുമായിട്ട് കമ്പയർ ചെയ്തു, പക്ഷെ പോലെ എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല. ലൈക്കും ആസും ഉപയോഗിക്കാതെ കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ മെറ്റഫർ എന്ന് പറഞ്ഞത്. ഹി ഈസ് ദ ജം ഓഫ് ദി ക്ലാസ്, അവൻ ഈ ക്ലാസ്സിന്റെ ജെമ്മാണ്, ക്ലാസ്സിന്റെ ഒരു മാണിക്യമാണ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പോലെയെന്ന് ഞാൻ ഉപയോഗിച്ചില്ല. അപ്പൊ അങ്ങനൊക്കെ പറയുന്നതിന് നമ്മൾ മെറ്റഫർ. അവൻ മാണിക്യമായോ പെട്ടെന്ന്? ഇല്ല, അവൻ ഒരു മനുഷ്യൻ തന്നെയാണ്, പക്ഷെ നമ്മൾ അതിനെ ഉപമിച്ചതാണ്. പക്ഷെ അവിടെ ലൈക്കോ ആസോ ഉപയോഗിച്ചില്ലെങ്കിൽ അത് മെറ്റഫർ ആണ്. ഇനി ഹൈപ്പർബോൾ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഇച്ചിരി തള്ളി തകർത്ത് പറയുന്നതിനെയാണ് ഹൈപ്പർബോൾ. എന്തെങ്കിലും കാര്യമൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഐ ഓവർകം തൗസൻഡ്സ് ഓഫ് വാൾസ് ആൻഡ് കെയിം ഹിയർ, അല്ലെങ്കിൽ എന്താ ഇപ്പൊ കുറച്ച് ഒരു ചെറിയ എന്തെങ്കിലും പ്രശ്നം, ആയിരക്കണക്കിന് മതിലുകൾ താണ്ടിയാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറയുന്നത്. അത് സംഭവം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ, ഭയങ്കര ബുദ്ധിമുട്ടി വന്നതാണെന്നാണ്, പക്ഷെ നമ്മൾ ഇച്ചിരി കൂടുതലാക്കി അങ്ങ് പറയും. ആയിരക്കണക്കിന് മതിലൊന്നും താണ്ടി കാണത്തില്ല, പക്ഷെ എന്റെ മീൻ ചെയ്യുന്ന എന്താ ഭയങ്കര പ്രോബ്ലംസിനെ താണ്ടി വന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും പ്രശ്നമായിരിക്കില്ല, വലിയ പ്രശ്നമാണെങ്കിൽ തന്നെ എന്താ ആയിരക്കണക്കിന് മതിലുകൾ താണ്ടി, അതൊന്നും പോസിബിൾ അല്ല. പക്ഷെ പോസിബിൾ അല്ലാത്ത കാര്യം നമ്മൾ പറയുവാണെങ്കിൽ അതിനാണ് ഹൈപ്പർബോൾ എന്ന്. ഇതെല്ലാം ലിറ്റററി ഡിവൈസസ് ആണ് കേട്ടോ. ഇത് കൂടാതെ പറഞ്ഞുകൊണ്ട് അലിറ്ററേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതും ചോദിക്കാറുണ്ട് കേട്ടോ. അലിറ്ററേഷൻ സാന്ത സിംഗ് സ്വീറ്റ്ലി, ഒരു വരിയായിട്ട് ഇങ്ങനെ കൊടുത്തേക്കോ, ഒരു ലൈനാണ് സാന്ത സ്വിങ് സ്വീറ്റ്ലി. അപ്പൊ ഇവിടെ സാന്ത സി സൗണ്ട്, സിങ്സ് സി സൗണ്ട്, സ്വീറ്റ്ലി സി സൗണ്ട്. അപ്പൊ ഈ കൺസണന്റ് സൗണ്ട്സ് എ ഇ ഐ ഒ യുവിന്റെ ആ ഇ ഉ ഇതൊന്നും വരാത്ത ബാക്കിയുള്ള ബ പ് ട് ക് സ് ഫ് അങ്ങനെയൊക്കെ ഉള്ള സൗണ്ടുകളിൽ തുടങ്ങുന്നത്. ഇപ്പൊ ഒരു വരി നോക്കുമ്പോൾ 3 വാക്കുകൾ, അതിപ്പോ അടുത്തടുത്തായിരിക്കണമെന്നില്ല, ഇടയ്ക്ക് ഒരു ഈസ് വന്നാലും കുഴപ്പമില്ല. പക്ഷെ ഒരു വരി നോക്കുമ്പോൾ ഒരേ ലെറ്റർ വെച്ചാണ് സൗണ്ട് ചെയ്യുന്നത്, ഫ് സൗണ്ട് വെച്ച്. ഫാൻറ്റം ഫ്രോക്സ് ആൻഡ് ഫാന്റസി എന്ന് ഞാൻ എഴുതണം. അവിടെ എല്ലാം ഉണ്ട് ഫു സൗണ്ട് റിപ്പീറ്റ് ചെയ്തു. അപ്പൊ വേറെ അടുത്തുണ്ടായി ഇപ്പൊ സാന്താ സിംഗ് സ്വീറ്റ്ലി, അവിടെ സു സൗണ്ട് റിപ്പീറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ഉള്ളതിനെ നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയാം കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, അലിറ്ററേഷൻ. അങ്ങനെ തുറന്നു തന്നിട്ട് അത് എന്തോ ആണെന്ന് ചോദിക്കും, അപ്പൊ എന്താ അലിറ്ററേഷൻ ആണ്. ഹി ആസ്ക്ഡ് ഹർ വേർ ആർ യു ഗോയിങ്, ഇത് റിപ്പോർട്ട് ചെയ്യണം, ക്വസ്റ്റ്യൻ ആണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആകും. നമ്മുടെ മറ്റേ പണ്ടത്തെ ഓക്സിലറി, അത് സബ്ജക്ട് പ്ലസ് ഓക്സിലറി, അത് നോക്കിക്കേ, അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞു. സബ്ജക്ട് പ്ലസ് ഓക്സിലറി ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഹി ആസ്ക്ഡ് ഹർ where she was going, he asked her that where she was going, he asked her where was she going, he asked her that where she going. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഹലോ, ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? റിപ്ലൈ തരൂ. കേൾക്കുന്നുണ്ട് മിസ്. സ്റ്റാർട്ട് ചെയ്യൂ, റിപ്ലൈ തരൂ. ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ റൈറ്റ് ആയിട്ടുള്ള? ഓക്കെ ഫാത്തിമ, ഓക്കെ ഷെറിൻ, വെരി ഗുഡ്.
ഹി ആസ്ക്ഡ് ഹർ വെയർ ഷീ വാസ് ഗോയിങ്. ഇവിടെ രണ്ടിടത്തും എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ദാറ്റേ ഉള്ളൂ. ഈ വെയർ ഒക്കെ വരുമ്പോൾ ദാറ്റ് ഇല്ലേലും ഇറ്റ്സ് ഓക്കെ. ദാറ്റ് എപ്പോഴും അത്ര നെസസറി അല്ല. പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിലൊക്കെ വരുമ്പോൾ ദാറ്റ് വേണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ വന്നത്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ എന്താണ് സബ്ജക്ട് പ്ലസ് ഓക്സിലറി. വെയർ ഷീ ആണ് ഇവിടുത്തെ സബ്ജക്ട്, ഓക്സിലറി വാസ്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആയി മാറും. കുത്തുള്ള ഒരു ഇതായത് ഇപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ അല്ല. കാര്യം എന്താ, ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു എന്ന് ഞാൻ പറയുക അല്ല ഞാൻ ആരോടും ചോദ്യം ചോദിക്കുമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആയി മാറി. എന്നോട് ഇങ്ങനെ അവൻ അന്ന് അങ്ങനെ ചോദിച്ചായിരുന്നു എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും അതെന്താ സ്റ്റേറ്റ്മെന്റ് ആയി. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ ഞാൻ എന്തെടുക്കണം, സബ്ജക്ട് ആദ്യം വരണം, അത് കഴിഞ്ഞ് ഓക്സിലറി വെർബ് വരണം. അപ്പൊ നമ്മുടെ ആൻസർ ഹി ആസ്ക്ഡ് ഹർ വെയർ ആർ യു ഗോയിങ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ് ഹി ആസ്ക്ഡ് ഹർ വെയർ ഷീ വാസ് ഗോയിങ്. അവിടെ എവിടെ പോവായിരുന്നു എന്ന് അവൻ നമ്മളോട് ചോദിച്ചായിരുന്നു. ഓക്കെ. ആരതി കുഡൻ ഡാഷ് വാട്ട് ദേ വെയർ സേയിങ്. ഇത് ഫ്രേസൽ വെർബ് ആണ് കേട്ടോ. put on, came across, make out, put up with. ഏതായിരിക്കും വരുന്നത്? ഏതായിരിക്കും നമ്മുടെ ആരതിക്ക് മനസ്സിലായില്ല അവരെന്തുവാ പറഞ്ഞത്. അപ്പൊ മനസ്സിലായില്ല എന്ന് മീൻ ചെയ്യുന്നത് എന്തുവായിരിക്കും? ഏതായിരിക്കും ഇതിന്ന്? കിട്ടിയില്ല, കത്തിയില്ല എന്നൊക്കെ വേണം നമുക്ക് പറയാം. അപ്പൊ അതെന്താണ്? പുട്ട് ഓൺ ആണോ, കെയിം അക്രോസ് ആണോ, മേക്ക് ഔട്ട് ആണോ, പുട്ട് അപ്പ് വിത്ത് ആണോ? എവരിവൺ പ്ലീസ് ഗിവ് യുവർ ആൻസേഴ്സ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട്. മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് വെച്ചാൽ അതിന് എന്താണെന്ന് ഗ്രഹിച്ചെടുക്കാൻ പറ്റിയില്ല, എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത ഒരു ഇതിനെയാണ് നമ്മൾ മേക്ക് ഔട്ട് എന്ന് പറയുന്നത്. പുട്ടോൺ ആണെങ്കിലോ, പുട്ടോൺ എന്ന് വെച്ചാൽ ധരിക്കുക. ഷി പുട്ട് ഓൺ ഹെർ കോട്ട്. ഒരു ഡ്രസ്സ് ഇടുന്നത്, എന്തെങ്കിലും ധരിക്കുന്നത്, ടു വെയർ, അതാണ് പുട്ടോണിന്റെ മീനിങ്. കോട്ട് എടുത്തിട്ടു, അതിനെയാണ് നമ്മൾ പുട്ടോൺ എന്ന് പറയുന്നത്. കെയിം അക്രോസോ, കെയിം അക്രോസ് എന്തോ ആണ്? ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ കെയിം അക്രോസ് എന്തോ ആണെന്ന്. ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാവോ? കെയിം അക്രോസ് നമ്മൾ കുറച്ചു മുന്നേ കണ്ടതേ ഉള്ളൂ. യാദൃച്ഛികമായി കണ്ടുമുട്ടുക. എന്താണ്? മെറ്റ് ബൈ ചാൻസ്. മെറ്റ് ബൈ ചാൻസ് എന്നാണ് കെയിം അക്രോസിന്റെ മീനിങ്. നമ്മൾ ആദ്യം വേറൊരു ഫ്രേസിൽ വെർബ് കണ്ടതാ, യാദൃച്ഛികമായി കണ്ടുമുട്ടുക, അതാണ് കെയിം അക്രോസ്. യാദൃച്ഛികമായി മെറ്റ് ബൈ ചാൻസ്. പുട്ടപ്പ് വിത്തോ? പുട്ടപ്പ് വിത്ത് എന്താണ്? ഓർമ്മയുണ്ടോ? പുട്ടപ്പ് വിത്ത് എന്താണ് മീൻ ചെയ്യുന്നത്? പുട്ടപ്പ് വിത്ത് എന്താണ് മീൻ ചെയ്യുന്നത്? ആരെങ്കിലും ടൈപ്പ് ചെയ്യൂ, തെറ്റിക്കോട്ടെ, സാരമില്ല. ഓർക്കുന്നുണ്ടോ അത്? യെസ്, വെരി ഗുഡ്. എന്തുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ വൈകി? കറക്റ്റ് അല്ലേ? ഓക്കെ. ടോളറേറ്റ്. പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ ടോളറേറ്റ് ചെയ്യുക, അല്ലെ അഡ്ജസ്റ്റ് ചെയ്യുക, അത് പറ്റാത്ത ഒരവസ്ഥ. പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത് എന്ന് പറയുമ്പോൾ ടോളറേറ്റ്. വെരി ഗുഡ് ഫാത്തിമ. മേക്ക് ഔട്ട് എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ്. മേക്ക് ഔട്ട് ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക എന്നുള്ളൊരു മീനിങ് ആണ് മേക്ക് ഔട്ട്. ഇവിടെ ആരതിക്ക് എന്ത് സംഭവിച്ചു? ആരതിക്ക് മനസ്സിലായില്ല, അതാണ്. ആരതിക്ക് പറ്റിയില്ല, അതാണ് കുഡന്റ് കൊടുത്തേക്കുന്നത്. എന്താ അവര് പറഞ്ഞതെന്ന്. കെയിം അക്രോസ്, മെറ്റ് ബൈ ചാൻസ്. പിന്നെ പുട്ട് ഓൺ, ധരിക്കുക, ടു വെയർ. എന്തെങ്കിലും കോട്ട് ഇടുന്നതോ ജാക്കറ്റ് ഇടുന്നതോ ഷർട്ട് ഇടുന്നതോ ഒക്കെ എന്താണ്? പുട്ട് ഓൺ ആണ്. When you want to find specific information on a subject, the reading strategy adopted is ഇത് ഇംഗ്ലീഷ് പെഡഗോജി എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് BEd അതൊരു ഇത് ഡിഗ്രിയിലും ഉള്ളതാണ്. When we want to find specific information on a subject, അതിന് നമ്മൾ എന്താണ്? സ്കിമ്മിങ് ആണോ, ഇന്റൻസീവ് റീഡിംഗ് ആണോ, സ്കാനിങ് ആണോ, എക്സ്റ്റൻസീവ് റീഡിംഗ് ആണോ? ഒരു സ്പെസിഫിക്, ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വഴി എന്താണ്? നിങ്ങൾക്ക് അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ടൈപ്പ് ചെയ്ത് ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് തോന്നിയെന്ന് പെട്ടെന്ന്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ ഓക്കെ, ഡി. ഓക്കെ, ഫൈൻ. നമുക്ക് ആൻസർ നോക്കാം. വെരി ഗുഡ്. നോക്കാം, ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. ആൻസർ എന്താണ്? സി ആണ് നമ്മുടെ ആൻസർ. ഈ 4 ടൈപ്പ് ഓഫ് റീഡിംഗ് നമുക്കുണ്ട്. ആ 4 ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ് സ്കിമ്മിങ്, സ്കാനിങ്, ഇന്റൻസീവ് റീഡിംഗ്, എക്സ്റ്റൻസീവ് റീഡിംഗ്. ഇപ്പൊ നമ്മൾ നോക്കിയത് എന്താണ്? സ്കാനിങ് ആണ്. സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ ഒരു ഓവർവ്യൂ. ഒരു ലൈബ്രറി ചെന്നു, ഒരു ബുക്ക് എനിക്ക് വായിക്കണം. അപ്പൊ അതിന് ബുക്ക് എടുത്തിട്ട് നമ്മൾ പുറകു വെച്ച് നോക്കത്തില്ലേ, എന്താണ് മൊത്തത്തിൽ ബുക്കിൽ, ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ. അതിനാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഇന്റൻസീവ് റീഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ ചെയ്യുന്നത്. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴും അതിൽ എന്തെങ്കിലും പഠിക്കാനാണെങ്കിൽ കാര്യമായിട്ട് പഠിക്കുന്നത്, ഡീറ്റെയിൽഡ് സ്റ്റഡി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ടെങ്കിൽ അത് ഇന്റൻസീവ് റീഡിംഗ്. ഈ 4 ഓപ്ഷൻ തന്നിട്ട് അത് ഡീറ്റെയിൽഡ് സ്റ്റഡി, നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. പിന്നെ സ്കാനിങ്. സ്കാനിങ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ, എനിക്ക് റിസൾട്ട് വന്നു,
നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചു. എനിക്ക് എന്റെ റിസൾട്ട് മാത്രം അറിഞ്ഞാൽ മതി. ഞാനിപ്പോ അല്ലെ അതിനെ നമ്മൾ ഓടിപ്പിടിച്ച് പോണത്. അപ്പൊ അത് നോക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ഇങ്ങനെ അത് മാത്രം എല്ലാത്തിലും കൈപിടിച്ച് ആ ഒരു നമ്മുടെ രജിസ്റ്റർ നമ്പർ മാത്രം നോക്കാൻ വേണ്ടി നമ്മൾ പോകത്തില്ലേ കുറെ കിടക്കുമ്പോ, അതിനെയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ടെലിഫോൺ ഡയറക്ടറി അത് എടുക്കുമ്പോഴത്തേക്ക് എന്താ അതിൽ ആ ഒരു നമ്പർ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നമ്പർ മാത്രം കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ വേറെ ഒന്നും ശ്രദ്ധിക്കാതെ ഒരു പോക്ക് പോകുമല്ലോ, അതിനെയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. വേറെ ഒന്നും നോക്കുന്നില്ല, നമുക്കൊരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ സ്പെസിഫിക് ഇൻഫർമേഷൻ കിട്ടണം, അത് മാത്രം മതി. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്കാനിങ് എന്ന് പറയുന്നത്. എക്സ്റ്റൻസീവ് റീഡിംഗ് എന്ന് വെച്ചാൽ ബുക്ക് വായിക്കുക, നമ്മൾ സ്റ്റോറി ബുക്ക് ഒക്കെ വായിക്കുന്നതിനാണ് ഇത് മിക്കവാറും സ്കാനിങ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇതിന്റെ പേരറിയാം, സ്കാൻ ചെയ്ത് പെട്ടെന്ന് നമുക്ക് വേണ്ടത് മാത്രം. അപ്പം ക്വസ്റ്റ്യനിൽ എവിടെങ്കിലും ഈ പറഞ്ഞ പർട്ടിക്കുലർ ഇൻഫർമേഷൻ സ്പെസിഫിക് ഇൻഫർമേഷൻ എന്നൊരു വാക്കുണ്ട്, ആ ടൈപ്പ് ഓഫ് റീഡിംഗ് ഏതാന്ന് ചോദിച്ചാൽ സ്കാനിങ്. ഡീറ്റെയിൽഡ് സ്റ്റഡി ആണെങ്കിൽ ഇന്റൻസീവ് റീഡിംഗ്. ഇനി ഓവർവ്യൂ, ഒരു ധാരണ കിട്ടാൻ, ഒരു മൊത്തത്തിൽ ഒരു എന്താണെന്ന് രൂപം കിട്ടാൻ, അതായത് സ്കിമ്മിങ്. പിന്നെ പ്ലെഷറിനും ലെഷറിനും ഒക്കെ വേണ്ടിയിട്ട് വായിക്കുക. അഥവാ നമ്മൾ റിലാക്സേഷന് വേണ്ടിയിട്ടൊക്കെ വായിക്കുവാണ്, അങ്ങനെ അതെന്താണ് അത് എക്സ്റ്റെൻസീവ് റീഡിംഗ്. ഓക്കെ. വിച്ച് അമോങ് ദ ഫോളോയിങ് ഇസ് എ റിസെപ്റ്റീവ് സ്കിൽ? ഇതിൽ ഏതാണ് റിസെപ്റ്റീവ് സ്കിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിസെപ്റ്റീവ് സ്കില്ല് ഏതാണ് അറിയാമോ? നമ്മുടെ ഡിഗ്രി ക്ലാസ്സുകളിലേക്കൊക്കെ ഒന്ന് സഞ്ചരിക്കൂ. മാം ഇതിനു മുമ്പ് കാണിച്ച സ്ലൈഡ് ഒന്ന് കാണിക്കാവോ? ഒന്ന് കാണിക്കാം. എനിക്ക് എഴുതിയെടുക്കാം. ഓക്കെ മാം, മാറ്റിക്കോളൂ. ഓക്കെ, ഫൈൻ. വിച്ച് അമോങ് ദ ഫോളോയിങ് ഇസ് എ റിസെപ്റ്റീവ് സ്കിൽ? ഇതിൽ ഏതാണ് റിസെപ്റ്റീവ് സ്കിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർത്ത് നോക്കിയേ, ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ് ഫാത്തിമ, കറക്റ്റ് ആണ്. അത് ഇപ്പൊ ഓൾറെഡി ലേറ്റ് ആയല്ലേ, വിച്ച് സ്പീഡ് ഇപ്പൊ ലിസണിങ് ആണ് എന്ത് റിസെപ്റ്റീവ്. നമുക്ക് ഈ തന്ന 4 പേരിൽ ലിസണിങ് ആണ് റിസെപ്റ്റീവ് സ്കിൽ എന്ന് പറയുന്നത്. LSRW അവിടുന്ന് വരുന്നതാണ്. നമുക്ക് 4 സ്കില്ലുകളാണ് ലാംഗ്വേജിനുള്ളത്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ഈ ഒരു ഫോർമാറ്റിലാണ് എല്ലാവരും ലാംഗ്വേജ് അക്വയർ ചെയ്യുക. അക്വിസിഷൻ ഓഫ് ലാംഗ്വേജ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് LSRW നടക്കുന്നത്. നമ്മൾ അമ്മയച്ഛനും പറയുന്നതൊക്കെ കൊച്ചിലെ കേൾക്കും, പിന്നെ പയ്യെ നമ്മൾ സംസാരിച്ച് തുടങ്ങും, പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ ചെന്ന് വായിക്കാൻ തുടങ്ങും, വായിച്ചു കഴിഞ്ഞ് ടീച്ചർ നമ്മളെ എഴുതിപ്പിക്കും. ഇങ്ങനെയാണ് എന്തെടുക്കുന്നത് സാധാരണഗതിയിൽ മദർ ടങ് ഒക്കെ നമ്മൾ അക്വയർ ചെയ്യുന്നത്. മദർ ടങ്ങിന്റെ കേസൊക്കെ നോക്കിയാൽ നമ്മൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതാണ് നമ്മൾ ഒരിക്കലും മറക്കാത്തത്. ഇവന്തോ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഡിഫിക്കൽട്ടി വരും, കാര്യം നമ്മൾ അതിനെ പഠിച്ചെടുത്തതാ. ഇത് പക്ഷെ അങ്ങനല്ല, അൺകോൺഷ്യസ് ആ. നമ്മൾ പോലും അറിയാതെ ഒരു പ്രായത്തിൽ നമ്മൾ സംസാരിച്ചു പോയതാണ് നമ്മുടെ മാതൃഭാഷ. അതെങ്ങനെ സംസാരിച്ചു? നമ്മൾ വല്ലവരും പറഞ്ഞു തന്നോ? അമ്മേ എനിക്ക് ചായ തരൂ, ഈ അമ്മ കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ ചായ പറഞ്ഞതെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നോ? ഇല്ല. അതൊക്കെ നമുക്ക് ഉള്ളിലുണ്ടായിരുന്നു. അത് പറഞ്ഞ ആരാന്നും ചോദിച്ചേക്കാം കേട്ടോ. അത് നോം ചോംസ്കിയുടെ ഐഡിയ ആണ് കേട്ടോ. ഈ പറഞ്ഞ യൂണിവേഴ്സൽ ഗ്രാമർ, ലാഡ് എന്നൊക്കെ പറയും, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അതും എവിടെങ്കിലും ഒന്ന് എഴുതി വെച്ചേക്കെ. LAD അതിന്റെ ഫുൾ ഫോം ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. നമ്മുടെ സൈക്കോളജി വരുന്നതാണ്, പക്ഷെ ലാംഗ്വേജിന്റെ അകത്തുള്ള ആയതുകൊണ്ട് ലാംഗ്വേജിലും ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഈ ഒരു രീതിയിലാണ് ഒരു ലാംഗ്വേജ് നാച്ചുറലി ഒരാൾ അക്വയർ ചെയ്യുന്നത്. അപ്പൊ ഈ LSRW ലിസണിങ്ങും അതുപോലെ തന്നെ എന്താ റീഡിങ്ങും ഇവര് റിസെപ്റ്റീവ് സ്കില്ലുമാണ്, പാസീവ് സ്കില്ലുമാണ് കേട്ടോ. ഇവർ റിസെപ്റ്റീവ് ആണ്, പാസീവ് ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെ വേണം വരാം. 4 സ്കില്ല് വന്നിട്ട് ഇതിൽ ഏതാണ് റിസെപ്റ്റീവ് എന്ന് ചോദിക്കുക, ഇതിൽ ഏതാണ് പാസീവ് എന്ന് ചോദിക്കുക. ഇവര് റിസെപ്റ്റീവ് ആകാൻ അല്ലെങ്കിൽ പാസീവ് ആകാൻ കാര്യം ഇവരുടെ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് അനങ്ങും ആടുകയൊന്നും ചെയ്യുന്നില്ല. ഇപ്പം ലിസൺ ചെയ്യുന്നു, നമ്മൾ എടുക്കുന്നുണ്ട്, നമ്മളെല്ലാം ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല അല്ലെ. നമ്മൾ ഒച്ച ഉണ്ടാക്കുന്നു, തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു, നമ്മൾ മിണ്ടാതിരുന്ന് കേൾക്കുവാണ്. വായിക്കുമ്പോൾ എങ്ങനെ ബുക്ക് നോക്കി നമ്മൾ ഉള്ളിലോട്ട് എടുക്കുവാണ് അതിന്റെ ഇൻഫർമേഷൻ, നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല. സ്പീക്കിംഗ് റൈറ്റിംഗും അങ്ങനല്ല. ഒരാൾ സ്പീക്ക് ചെയ്യുമ്പോൾ വോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. റൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്, നമ്മൾ എഴുതുന്നുണ്ട്, ഇൻഫർമേഷൻ ബുക്കിലോട്ട് നമ്മൾ പകർത്തുവാണ്, അല്ലെങ്കിൽ ബോർഡിലോട്ട് എവിടോട്ടെങ്കിലും പകർത്തുവാണ്. അപ്പൊ സ്പീക്കിംഗും റൈറ്റിംഗും പ്രൊഡക്റ്റീവും ആക്റ്റീവും സ്കില്ലുമാണ്. ലിസണിങ്ങും റീഡിങ്ങും റിസെപ്റ്റീവ് ആണ്, പാസീവ് ആണ്. പ്രത്യേകിച്ച് വലിയ അനക്കോ ആട്ടോ മൂവ്മെന്റ് ഒന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇത് പാസീവ് ആണ്. നേരെ മറിച്ച് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഇതും ചോദിക്കും കേട്ടോ. 4 തന്നിട്ട് പ്രൊഡക്റ്റീവ് സ്കിൽ ഏതാണ്? നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു സ്പീക്ക് ചെയ്യാൻ. റൈറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ലെറ്റേഴ്സ് നമ്മൾ എഴുതുന്നു. അതുകൊണ്ട് ഇതൊക്കെ എന്താണ് പ്രൊഡക്റ്റീവ് സ്കില്ലാണ്. ആസ്കിംഗ് സ്റ്റുഡൻസ് ആൻ ഓൾട്ടർനേറ്റീവ് എൻഡിങ് ഫോർ എ സ്റ്റോറി വിൽ ഹെൽപ്പ്. ഇത് നമ്മുടെ ടീച്ചിങ് പെഡഗോജിയുടെ അകത്ത് വരുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഏതായിരിക്കും? നമ്മളൊരു കുട്ടിക്ക് ഓൾട്ടർനേറ്റീവ് എൻഡ്, നമ്മളൊരു കഥ വായിച്ചതിന് ശേഷം എന്തെടുത്തു? കുട്ടിയോട് പറഞ്ഞു ഇനി ഈ ടൈറ്റാനിക് മുങ്ങിപ്പോയി, പക്ഷെ നമ്മൾ പറയാ
ഇനി മുങ്ങിയില്ല, അതിന് തൊട്ട് മുന്നേ വരെ നിർത്തിയിട്ട് ഇനി നിങ്ങൾ ഉദ്ദേശിച്ച ഒരു എൻഡിങ് ഇട്ടോ. ഒരു 9ലും 10ലും ഒക്കെ പഠിക്കുന്ന പിള്ളേരോ ഇല്ല അങ്ങനത്തെ രീതിയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കൊടുത്താൽ അവർക്ക് എഴുതാനറിയാം. അവരപ്പോൾ അത് എന്തിനാണ് ടീച്ചർ എന്തിനാണ് കുട്ടിയുടെ ഏത് കഴിവിനെ വികസിപ്പിക്കാൻ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഫാത്തിമ. ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ. ഇവിടെ അതാണ് ചോദിച്ചത്. ഓൾട്ടർനേറ്റീവ് എൻഡിങ് ഇങ്ങനല്ല. സാധാരണ എൻഡിങ് എന്താണോ അതിന് പകരം നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് നമ്മൾ അവർക്ക് കൊടുക്കുവാണെങ്കിൽ നമ്മൾ അവരോട് എവിടെയും റെഫർ ചെയ്യാനൊന്നും പറഞ്ഞില്ല. നാരേറ്റ് ചെയ്യുന്നത് കൂടുതൽ സംസാരിക്കുക, കഥ പറയുക, ആ ഒരു രീതിയിലൊക്കെ വരത്തുള്ളൂ. ഗ്രാമർ ഒന്നും നമുക്കൊരു വിഷയമല്ല, നമ്മൾ എൻഡ് ചെയ്യാനേ പറഞ്ഞോളൂ. അപ്പൊ അതെന്താണ്? ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും വർദ്ധിപ്പിക്കാനാണ്. The method used by teacher to get the learners received rule from example. എക്സാമ്പിളിൽ നിന്ന് റൂളിലോട്ട് പോകുന്ന ആ ഒരു പോക്കിന് റൂളാണ് റിസീവ് ചെയ്ത് എവിടുന്ന്? ഫ്രം എക്സാമ്പിൾസ്. അതിനെ നമ്മൾ എന്താ പറയുന്നത്? ആ ഒരു മെത്തേഡിനെ നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ സൈക്കോളജി എന്താ അതിന് പറയുന്നത്? യെസ് അല്ല റൂള് നമുക്ക് കിട്ടി, എവിടുന്ന് കിട്ടി? എക്സാമ്പിൾ വഴി റൂളിലോട്ട് എത്തുന്ന പ്രക്രിയ. അതിന് നമ്മൾ എന്താ പറയുന്നത്? അതിന് നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നാ. ഇവിടെ നോക്കിയേ, ലേണർ എന്ത് റിസീവ് ചെയ്തു? റൂള്. എവിടുന്നാ? ഫ്രം എവിടുന്ന് വന്നു? എക്സാമ്പിളുകളിൽ നിന്ന് റൂളിലേക്ക് എത്തി. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഇൻഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡ് എന്തുവാ? DGP ആണ്, ജനറൽ ടു പർട്ടിക്കുലർ. റൂളിൽ നിന്ന് പിന്നെ നമ്മൾ എക്സാമ്പിൾ ആദ്യമേ നമ്മൾ പഠിച്ചു എന്തുവാ? ആനിമൽസ്. അവിടുന്ന് പിന്നെ ആനിമൽസിന്റെ പല ഡിവിഷൻ, എന്തുണ്ട്? ഡോഗ് ഉണ്ട്, ക്യാറ്റ് ഉണ്ടെന്ന് പറയുവാണെങ്കിൽ അതെന്താ? അത് ഡിഡക്റ്റീവാ. പിന്നെ വേറൊരു രീതി, ഡോഗ് പഠിപ്പിച്ചു, ക്യാറ്റ് പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചിട്ട് ലാസ്റ്റ് പറയും ഇവരെല്ലാരും ആനിമൽ ആണ്. അതെന്താ? അതാണ് എന്ത്? ഇൻഡക്റ്റീവ്. എക്സാമ്പിളിൽ നിന്ന് റൂളിലോട്ട് പോയാൽ ഇൻഡക്റ്റീവ്, റൂളിൽ നിന്ന് എക്സാമ്പിളിലോട്ട് പോയാൽ ഡിഡക്റ്റീവ്. ഓക്കെ. ദ മോണിറ്റർ തിയറി പുട്ട് ഫോർവേഡ് ബൈ ഇത് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷന്റെ ഒരു തിയറിയാണ് കേട്ടോ. ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജിൽ നമുക്ക് ആദ്യം ഫസ്റ്റ് ലാംഗ്വേജ് ആണ് നമ്മുടെ മദർ ടങ്. ഇത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ്, ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ്, ഹിന്ദി ഇതൊക്കെ നമ്മൾ പ്രത്യേകം പഠിക്കത്തില്ലേ, ഇതൊക്കെ സെക്കൻഡ് ആ ഒരു രീതി കാണാം. ഇത് ആരാണ് കൊണ്ടുവന്നത്? മോണിറ്റർ തിയറി അറിയാമോ? നമുക്ക് സൈഡിലോട്ട് പോവാം, ടൈം അധികം കളയുന്നില്ല. സ്റ്റീഫൻ ക്രാഷനാണ് മോണിറ്റർ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. സ്റ്റീഫൻ ക്രാഷിന് തന്നെ 5 ഡിഫറെന്റ് ഹൈപ്പോത്തിസിസ് ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ഒന്നും പോകണ്ട, ഇത്ര അറിഞ്ഞാൽ മതി. സ്റ്റീഫൻ ക്രാഷനാണ് മോണിറ്റർ തിയറി കൊണ്ടുവന്നത്. ഫാദർ ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നതും സ്റ്റീഫൻ ക്രാഷനാണ്. ഗ്രാമറിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞത് സ്റ്റീഫൻ ക്രാഷനാണ്. സോറി കേട്ടോ. വിച്ച് ഈസ് നോട്ട് എ ടെക്നിക് ഫോർ ടീച്ചിങ് ദ മീനിങ് ഓഫ് ന്യൂ വേർഡ്സ്. ന്യൂ വേർഡ് മീനിങ് പഠിപ്പിക്കാൻ ഇതിൽ ഏതാണ് ഒരു നല്ല ടെക്നിക് അല്ലാത്തത്? മദർ ടങ് ഉപയോഗിച്ച് പഠിപ്പിക്കുന്നതാണോ? ഡിക്റ്റേഷൻ ആണോ? അതോ എന്തെങ്കിലും കോണ്ടെക്സ്റ്റ്, എന്തെങ്കിലും ഒക്കെ ഒരു സിറ്റുവേഷൻ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണോ? ഡെഫിനിഷനും എക്സാമ്പിളും ആണോ? ഓക്കെ, വെരി ഗുഡ് ഫാത്തിമ. ഡിക്റ്റേഷൻ നമ്മൾ എപ്പോഴാണ് നടത്തുന്നത്? സ്പെല്ലിംഗ് അറിയാനാണ് ഡിക്റ്റേഷൻ നടത്തുന്നത്. അവിടെ മീനിങ്ങുമായിട്ട് വലിയ ബന്ധമില്ല. അപ്പൊ ഡിക്റ്റേഷൻ ആണ് ഇതിൽ അല്ലാത്തൊരു മെത്തേഡ്. വിച്ച് ഈസ് എ റിക്വയർഡ് സ്റ്റെപ്പ് ഇൻ ടീച്ചിങ് എക്സ്റ്റൻഷൻ റീഡിങ്. എക്സ്റ്റൻഷൻ റീഡിങ്ങിൽ നമുക്കില്ലെങ്കിൽ കുറച്ച് നീണ്ട ഒരു വായന, ഇപ്പൊ സ്റ്റോറി ബുക്ക് ഒക്കെ വായിക്കുന്ന ഒരു വായന, അങ്ങനത്തെ ഒരു വായനയിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് റീഡിങ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഏത് സ്റ്റെപ്പ് ആയിരിക്കും? എന്താണ്? സൈലന്റ് റീഡിംഗ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പം എക്സ്പ്ലനേഷൻ നമ്മൾ ക്ലാസ്സിലൊക്കെ നമുക്ക് സൈലന്റ് റീഡിംഗ് പറ്റത്തില്ല. നേരെ മറിച്ച് ഇപ്പൊ ലൈബ്രറിയിൽ പോയി അവരുടെ റീഡിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ലൈബ്രറി കൊണ്ടുപോകുന്നത്. ലൈബ്രറി കൊണ്ടുപോകുമ്പോൾ അവരെന്താ നമ്മൾ ശീലിപ്പിക്കുന്നത്? സൈലന്റ് ആയിട്ട് വായിക്കാൻ. അതാണ് നല്ലൊരു മെത്തേഡ് ഓഫ് റീഡിംഗ് ആണ് എന്ത്? സൈലന്റ് റീഡിംഗ്. ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും നല്ല ലൗഡ് റീഡിങ്ങിനെക്കാട്ടിലും സൈലന്റ് റീഡിംഗ് എഫക്റ്റീവ് ആകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അവർ കുറെ വായിക്കും. എപ്പോഴും ഇങ്ങനെ ഒച്ചത്തി വായിച്ചാൽ ബാക്കിയുള്ളവർക്ക് എന്താ? ശല്യമാവും. ഇത് ഒരു വലിയ ബുക്കൊക്കെ വായിക്കാൻ നമുക്ക് എപ്പോഴും നല്ല എന്തുവാ? സൈലന്റ് റീഡിംഗ് ആണ്. മർമറിങ് പാടില്ല സൈലന്റ് റീഡിങ്ങിൽ. ഇങ്ങനെ കൈ ഇങ്ങനെ ഓടിക്കത്തില്ല, അതും പാടില്ല. അങ്ങനെയാണ് തിയറീസ് പറയുന്നത്. We usually do a gap fill test. Gap fill test എന്ന് വെച്ചാൽ fill in the blanks for which there is only one answer for each item. This test can be called. ഇത് എന്ത് ടൈപ്പ് ടെസ്റ്റ് ആണ്? നമ്മുടെ filling the blanks ഒക്കെ എന്ത് ടൈപ്പ് ടെസ്റ്റ് ആണ്? പെട്ടെന്ന് പറയൂ. ഓക്കെ, വെരി ഗുഡ് ഷെറിൻ, വെരി ഗുഡ് ഫാത്തിമ. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. ഒറ്റ ഉത്തരേ ഉള്ളൂ. മാർക്ക് സ്കീം വെച്ച് നമുക്ക് എളുപ്പത്തിൽ ആരെന്ത് എഴുതിയാലും അതിനൊരു പർട്ടിക്കുലർ ഉത്തരമുണ്ട്, അത് എഴുതിയാൽ മാത്രമേ എന്ത് കിട്ടൂ? മാർക്ക് കിട്ടൂ.
ഓക്കെ, അത് ഒബ്ജക്റ്റീവ് ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് ഗ്യാപ്പ് ഫിൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ വേറൊരു പേര്. ഓക്കെ. അപ്പം ക്ലാസ്സസ് ഒക്കെ എഫക്റ്റീവ് ആയിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇംഗ്ലീഷിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഇഡിയംസ്, ഫ്രേസസ്, വൊക്കാബുലറി, റിപ്പോർട്ടഡ് സ്പീച്ച് ഉറപ്പായിട്ടും കണ്ടുവരുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. പിന്നെന്താ, ഒരു 10 മാർക്ക് നമുക്ക് പാസേജിൽ നിന്ന് വരും. അത് ശ്രദ്ധയോടെ മൊത്തം നമ്മൾ വായിക്കാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ അതിലൊന്നും കുറെ സമയമൊന്നും കളയരുത്. നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു, ആ ക്വസ്റ്റ്യൻ എന്തെടുക്കണം, ആ ക്വസ്റ്റ്യനോ തന്നിരിക്കുന്ന ഓപ്ഷനോ എവിടെ കിടക്കുന്നു, ആ വാക്കുകൾ എവിടെ കിടക്കുന്നു എന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാക്കിന് അടുത്ത് കിടക്കുന്ന എന്തുവാണെന്ന് ശ്രദ്ധയോടെ നോക്കണം. ഈ നോട്ടും അതൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. അങ്ങനെ അല്ലാതെ മൊത്തം വായിച്ച് നിങ്ങൾക്ക് ഇപ്പൊ പറ്റുന്നില്ല, അതിനുള്ള സമയമില്ലെങ്കിൽ അങ്ങനെ കളയരുത്. ക്വസ്റ്റ്യൻ നോക്കുക, ആ ക്വസ്റ്റ്യൻ പാസേജിൽ എവിടെ ആ ഒരു സെന്റൻസ് കിടക്കുന്നു, അവിടെ ചെന്ന് അതിന്റെ അടുത്ത് അതിന്റെ മുന്നിലോ പിന്നിലോ കിടക്കുന്ന സെന്റൻസ് കൂടെ ഒന്ന് നോക്കിയേക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഓപ്ഷനിൽ എത്താൻ പറ്റും. പിന്നെ ഉള്ളത് ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബ് നിങ്ങളൊന്ന് നോക്കിക്കോണം. അത് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. അത് അത്ര പാടില്ല, പക്ഷെ നമ്മൾ പഠിക്കാതെ പോയാൽ നമുക്കത് പാടാകും. അപ്പം ഫ്രേസൽ വെർബ് ഒന്ന് നോക്കണം. പിന്നുള്ളത് ഏതാന്ന് വെച്ചാൽ കോൺകോഡ്. കോൺകോഡ് ഇപ്പൊ നമ്മൾ കുറച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഈസും വാസും ഒക്കെ എങ്ങനെ വരും, എവിടെ വരും എന്നൊക്കെ ഉള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞ ആസ് വെൽ ആസ്, എന്തായാലും ഇപ്പൊ ഒരെണ്ണം കൂടെ പറഞ്ഞേക്കാം. ഈ 2 പേരെ കാണിക്കാൻ ആസ് ഇപ്പം ഷാജി ആസ് വെൽ ആസ് ഹിസ് പേരൻസ് ഈസ് കമ്മിങ്. ഇപ്പൊ ഷാജിയും പേരന്റും അവിടെ സബ്ജക്റ്റാ, പക്ഷെ നമ്മൾ ആദ്യം കിടക്കുന്ന ഷാജിനെ മാത്രമേ നോക്കത്തുള്ളൂ. അവിടെ കിടക്കുന്നത് സിംഗുലർ ആണെങ്കിൽ, ആദ്യം കിടക്കുന്ന സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഇവിടെ സിംഗുലർ കൊടുക്കും. ഇപ്പൊ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ പ്ലൂറൽ കൊടുക്കും. അപ്പം നിങ്ങൾക്ക് ക്ലാസ് എഫക്റ്റീവ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? ഒഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ്സേ ലാസ്റ്റ് കാണിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ കാറ്റഗറി 4 വരുമോ? മേ ബി വന്നേക്കാം, ഉറപ്പില്ല. പക്ഷെ നമ്മൾ ഡിഗ്രിയിലാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ സ്കിമ്മിങ്ങും സ്കാനിങ്ങും ഒക്കെ പഠിക്കാനുണ്ട്. പെഡഗോജി കറക്റ്റ് ആയിട്ട് അത് വരുമെന്നല്ല, നമ്മൾ BEd ഇത് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഒക്കെ ഇംഗ്ലീഷിലും അവസാനമൊക്കെ അവർ കയറി ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നോം ചോംസ്കിയുടെ ഒക്കെ അവർക്ക് വേണേ ചോദിക്കാം. കാര്യം നമ്മൾ BEd ക്വാളിഫൈ ചെയ്യുന്നതാണല്ലോ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വേണേ അത് ചോദിക്കാം. കൂടുതലും നമ്മുടെ ഗ്രാമർ, മെയിൻ ആയിട്ട് നമ്മുടെ ഗ്രാമർ ഏരിയാസ് ആണ് വരുന്നത്. പിന്നെ എക്സ്ട്രാ വരുന്നത് ഈ പറഞ്ഞിട്ടുള്ള സ്കിമ്മിങ്, സ്കാനിങ്, സ്ട്രെസ് സിലബിളിന്റെ കാര്യം പറഞ്ഞല്ലോ, അതും വരാറുണ്ട്. സിലബിളൊക്കെ അവിടെ ഇരുന്നൊന്ന് പറഞ്ഞു നോക്കുക, അപ്പൊ നമുക്കൊന്ന് കിട്ടും. ഇങ്ങനെ നമ്മളൊന്ന് ആലോചിക്കുക. നമ്മുടെ മലയാളത്തിൽ ഇത് എന്ന് പറയുന്ന പോലെയല്ല, ഇങ്ങനെ അവിടെ നിന്ന് ഒരു ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ പറയത്തില്ലേ, ആ ഒരു രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ എത്ര പ്രാവശ്യം വാ അനങ്ങുന്നുണ്ട്, എത്ര പ്രാവശ്യം വാ അടച്ച് തുറക്കേണ്ടി വരുന്നുണ്ട്, അതാണ് സിലബിളിനെ കാണിക്കുന്നത്. സത്യത്തിൽ സിലബിൾ എന്ന് വെച്ചാൽ എത്ര വവ്വൽ ഉണ്ടെന്നാണ് സിലബിളിന്റെ മീനിങ്. വവ്വൽ അനുസരിച്ചാണ് സിലബിൾ ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് തിയറി വേണ്ടല്ലോ, നമുക്ക് പ്രാക്ടിക്കലി ഉള്ള യൂസ് മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാ അനങ്ങുന്നതിന്റെ ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ സിലബിൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പം ഇമ്പോർട്ടന്റ്, അപ്പൊ 3 സിലബിൾ ഉണ്ട് അവിടെ. ഇപ്പൊ ഇമ്പോർട്ടന്റ് അതാണ് അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അപ്പൊ ആ ഒരു പോർട്ടന്റ്, POR, അവിടാണ് നമ്മൾ കൂടുതലും സ്ട്രെസ് കൊടുത്തത്. അപ്പൊ അവിടെ രണ്ടാമത്തെ സിലബിൾ ആണ് എന്ത്, ഇമ്പോർട്ടന്റ്. ഒരു പ്രാവശ്യം PYQ ആയിട്ട് വന്നതാണ്, അതാണ് ഞാൻ ഇമ്പോർട്ടന്റിന്റെ കാര്യം എടുത്തു പറയുന്നത്. അപ്പൊ എന്താ, അത് രണ്ടാമത്തെ സിലബിളിലാണ് സ്ട്രെസ് വന്നിരിക്കുന്നത്. ഇമ്പോർട്ടന്റിൽ 3 സിലബിൾ മൊത്തത്തിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് അവിടെ ഇരുന്ന് നമ്മൾ നോക്കുക. വലിയ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. 10 മാർക്ക് നമുക്ക് പാസേജിൽ പോകും, പിന്നെ വരുന്ന 20 മാർക്കേ ഉള്ളൂ. പിന്നെ ഈ സെന്റൻസ്, ടൈപ്പ് ഓഫ് സെന്റൻസ് നോക്കിയിട്ട് പോണേ, അതിൽ നിന്ന് ക്വസ്റ്റ്യനും ചോദിക്കുക, എളുപ്പം നമുക്ക് സ്കോറും ചെയ്യാം. ഞാൻ പറഞ്ഞ ഈ എന്താ റിക്വസ്റ്റ്, കമാൻഡ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ പ്ലീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ, അതൊരു റിക്വസ്റ്റ് ആയിരിക്കും. കുഡ് യു, മേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അതൊക്കെ റിക്വസ്റ്റാ. നേരെ മറിച്ച് ഭയങ്കര ഇതായിട്ട് ഷട്ടപ്പ്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ലോസ്റ്റ്, ക്ലോസ് ദ ഡോർ എന്നൊക്കെ മാത്രം പറയുകയാണെങ്കിൽ എന്താ, അതൊക്കെ കമാൻഡാ. ചിലപ്പം
അതിനെ ഈ കമാൻഡിനെ റിക്വസ്റ്റിനെ ഒക്കെ ചേർത്ത് പറയുന്നതാണ് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്നുള്ള. ഇമ്പരേറ്റീവ് സെന്റൻസ് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെന്ന് ചോദിച്ചാൽ കമാൻഡ്, റിക്വസ്റ്റ്, വിഷ് ഒക്കെ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടു, ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടെങ്കിൽ മാത്രമേ എന്തെടുക്കാവൂ, ഇന്ററോഗേറ്റീവ് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്താവൂ. വാട്ടും വേറും ഹൗവും വെന്നും വയ്യും കണ്ട് മാത്രം ചാടി വീഴരുത്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോന്നും കൂടെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഇന്ററോഗേറ്റീവ് ആണോ എന്ന് ഉറപ്പ് വരുത്താവൂ. അപ്പൊ നമ്മൾ കണ്ടല്ലോ ഒരെണ്ണം, തുടക്കത്തിൽ വാട്ട് കിടപ്പുണ്ട്, പക്ഷെ അവസാനം എന്തുവാ, ഒരു ഫുൾ സ്റ്റോപ്പ് ആണ്. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത്, സിമ്പിൾ ആയിട്ടുള്ള ഫാക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ഒന്നെങ്കിൽ അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയും, ഇല്ല ഡിക്ലറേറ്റീവ് എന്ന് പറയും. ഇത് രണ്ടും കൂടെ ഓപ്ഷന് വരത്തില്ല, ഏതെങ്കിലും ഒന്നായിരിക്കും വരുന്നത്. അസേർട്ടീവ് കണ്ടിട്ട് ഇത് പഠിപ്പിച്ചില്ലല്ലോ എന്ന് വിചാരിക്കല്. അസേർട്ടീവ് എന്ന് കണ്ടാലും ഡിക്ലറേറ്റീവ് എന്ന് കണ്ടാലും എന്താ, അതൊരു ഫാക്റ്റ് ആണ്, ഉള്ളൊരു കാര്യം. അതൊരു ഡിമാൻഡോ റിക്വസ്റ്റോ ഒന്നും അല്ല, അതൊരു ഫാക്റ്റ് ആണ്. പിന്നുള്ള എന്തുവാ, വാവ്, അലാസ്, ഔച്ച്, അങ്ങനെ ഒരു സൗണ്ട് ഒക്കെ ഇല്ലേ, സൂപ്പർബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു എക്സ്ക്ലമേഷൻ ഒക്കെ ഇടുകയാണ്, ഓസം എന്നൊക്കെ ഉള്ള രീതിയിലാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, അതാണ് എക്സ്ക്ലമേറ്ററി. അവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് മിക്കവാറും കാണും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒന്നുമില്ലേ? എല്ലാരും പഠിച്ചു കഴിഞ്ഞോ? എക്സാമിനൊക്കെ ഉള്ളത് സൈക്കോളജി എല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞോ? ഹലോ മിസ്സേ, മറ്റേ കെയിം അക്രോസ് പിന്നെ ലാസ്റ്റ് പുട്ട് വിത്താറ്റം പറഞ്ഞില്ല, അതെന്താണ് സംഭവം? അത് പുട്ടപ്പ് വിത്തിന്റെ മീനിങ്, അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ടോളറേറ്റ്, അഡ്ജസ്റ്റ് ചെയ്യുക, എങ്ങനെ സഹിക്കുക എന്ന് പറയത്തില്ലേ, അതാണ് പുട്ടപ്പ് വിത്ത്. പിന്നെ ഒരു പുട്ടോൺ ഉണ്ട്, പുട്ടോൺ. പുട്ടോൺ എന്ന് വെച്ചാൽ ധരിക്കുക, ടു വെയർ, എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇടുന്നത്, അതിനെ മേത്തോട്ട് ധരിക്കുക, അതിനാണ് പുട്ടോൺ എന്ന് പറയുന്നത്. പിന്നെ കെയിം അക്രോസ് മെറ്റ് ബൈ ചാൻസ്, മെറ്റ് ബൈ ചാൻസ്, യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടുക. പിന്നെന്താ നമ്മൾ കണ്ടത്, പിന്നെ പുട്ടോൺ അല്ലേ കണ്ടത്, ആ പുട്ടോൺ കണ്ടു. പിന്നെ ഏതൊക്കെയായിരുന്നു നമ്മൾ കണ്ടത്, പുട്ടപ്പ്. ചോദിച്ചോ എന്താ ചോദിക്കാൻ വരുമല്ലായിരുന്നു? ഓക്കെ. പുട്ടപ്പ് എന്ന് പറയുമ്പോൾ എന്താ, റേസ് ചെയ്യുക, പൊക്ക്, എന്തെങ്കിലുമൊക്കെ കൂട്ടുക എന്നുള്ള രീതിയിലാണ് അപ്പൊ പുട്ടപ്പ് കഴിയുന്നത്. വേറെ എന്താ, ടേണപ്പ് എന്ന് പറയുന്നത് അറൈവ് ചെയ്യുക, പെട്ടെന്ന് ഒരിടത്തോട്ട് കയറുന്നതിനെയാണ്. ഓക്കെ. പിന്നെ ഡ്രോപ്പിൻ, DROPIN, ഡ്രോപ്പ് ഇൻ. ഡ്രോപ്പ് ഇൻ എന്ന് പറയുന്നത് വിസിറ്റ് ചെയ്യുക, പെട്ടെന്ന് കയറുക, ഇല്ലേ അങ്ങോട്ട് വന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഡ്രോപ്പിൻ ഉള്ളത്. അങ്ങനെ കുറെ ഉണ്ട് ഫ്രേസൽ വെർബ്, അത് നമ്മൾ നോക്കി പോരുക. പിന്നെ പുട്ട് ഔട്ട്, ഇതും കൂടെ പറഞ്ഞേക്കാം. പുട്ട് ഔട്ട് എന്ന് വെച്ചാൽ എക്സ്റ്റിങ്ക്യൂഷ് എന്ന് വെച്ചാൽ അണയ്ക്കുക. തീപിടുത്തത്തിന്റെ അങ്ങനത്തെ വല്ല ചോദ്യമൊക്കെ ആണെങ്കിൽ മിക്കവാറും പുട്ട് ഔട്ടാണ്. ഫയർ എഞ്ചിനെ വിളിച്ചു, അല്ലെ അവർ വന്നു, അവരെന്തിനാ വന്നത്, പുട്ട് ഔട്ട് ദ ഫയർ എന്ന് പറയുന്നത്. പുട്ട് ഔട്ട് ദ ഫയർ, പുട്ട് ഔട്ട് ദ ലാമ്പ് എന്ന് വെച്ചാൽ അണയ്ക്കുക, എക്സ്റ്റിങ്ക്യൂഷ്, EXTINGUISH, എക്സ്റ്റിങ്ക്യൂഷ്. ഓക്കെ, നിങ്ങൾ ലീവ് ചെയ്യുന്നെങ്കിൽ ലീവ് ചെയ്തോ കേട്ടോ. നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ടെൻഷൻ ഒന്നും അടിക്കാതെ കൊണ്ടുപോകേണ്ട ഹോൾ ടിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ്, എല്ലാവരും ക്വാളിഫൈ ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് കോർപ്പറേഷൻ. താങ്ക് യു.